ഇന്നത്തെ ആമുഖ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് ഗ്ലോബൽ ഗാർണർ എന്ന മഹത്തായ ഒരു സംവിധാനം നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. ഒരവസരം എന്ന് പറയാൻ കഴിയില്ല, ഒരുപാട് അവസരങ്ങളുടെ കൂമ്പാരമാണ് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ സംവിധാനം. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ സെക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുശേഷം ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് തുടർന്നുള്ള സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ധാരാളം അറിവുകൾ ശേഖരിക്കാൻ കഴിയും. കമ്പനിയുടെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ടെലിഗ്രാം അക്കൗണ്ടും ഒക്കെ ഉണ്ട്, യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട്. അതിൽ കൂടിയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഗ്ലോബൽ ഗാർണർ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംവിധാനങ്ങളും എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, എന്തൊക്കെ പുതുതായി കാര്യങ്ങൾ വരുന്നുണ്ടോ, ഇതെല്ലാം പബ്ലിക്കിന് മുന്നിൽ തുറന്ന് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്ക് ചാനലിലും ഫേസ്ബുക്കിലും ടെലിഗ്രാമിലും അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രോഗ്രാംസും കമ്പനി പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാം, ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. യാതൊരുവിധ ഹിഡൻ സംവിധാനങ്ങളും ഇല്ലാതെ, ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ പബ്ലിക്കിലേക്ക് എല്ലാം തുറന്നു നൽകുന്ന ഒരു നല്ലൊരു സംവിധാനമാണ് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്നത്. ഒരു സാധാരണപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ മുതൽ കോടീശ്വരന്മാരായ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വരെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം. അതായത് ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ക്രമേണ മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള വ്യക്തികൾക്കും ഇത് ആവശ്യമായി മാറുകയാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും അവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോബൽ ഗാർണർ. ഇതൊരു MLM സിസ്റ്റമോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ ഡയറക്ട് സെല്ലിംഗ് സംവിധാനമോ മണി ചെയിൻ പരിപാടിയോ കോയിൻ സംവിധാനങ്ങളോ ഒന്നുമല്ല. നിലവിലുള്ള കച്ചവടക്കാരെയും കസ്റ്റമേഴ്സിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരിടനിലക്കാരനായി വർക്ക് ചെയ്തുകൊണ്ട് ഓരോ കുടുംബത്തിലും സാമ്പത്തിക ശാക്തീകരണം നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സമ്പാദ്യങ്ങളുടെ അവസരങ്ങളുടെ ലോകമാണ് നമുക്ക് മുന്നിൽ തുറന്നു വന്നിരിക്കുന്നത്. ഒരു സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ ഈ ലോകത്തിന് മുന്നിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലൂടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 21,000 ഓൺട്രപ്രണേഴ്സിനെ, മികച്ച രീതിയിലുള്ള ഓൺട്രപ്രണേഴ്സിനെ സൃഷ്ടിക്കുന്നു. 36,000 ഡിജിറ്റലി എംപവേർഡ് വെൻഡേഴ്സിനെ സൃഷ്ടിക്കുന്നു. 36 ലക്ഷമാണ് ലോക്കലായിട്ടുള്ള എല്ലാ ഷോപ്പുകളും ഡിജിറ്റൽ ഷോപ്പുകളായി കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 72 ലക്ഷം സസ്റ്റൈനബിൾ ജോബ്സ്, സ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നാളത്തെ ലീഡേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിലൂടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതൊരു വലിയൊരു മിഷനാണ്. ആ മിഷനിൽ 2025 ഡിസംബർ മാസത്തോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനായി മാറാൻ പോകുന്നു. ഇത് ഇന്ത്യയിൽ നിന്നുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ്. ഏതൊരു സാധാരണക്കാരനെയും ലക്ഷാധിപതിയും കോടിപതികളുമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പുത്തൻ സംവിധാനമാണ്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പുതിയ ആശയമാണ്, വലിയൊരു സിലബസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനം വരെയും, മീറ്റിങ്ങിന്റെ അവസാനം വരെയും ക്ഷമയോടെ പങ്കെടുക്കാമെന്നുള്ളൊരു മാത്രം ഈ പ്രോഗ്രാമിൽ തുടരുക. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മതിയാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം ലഭ്യമാകില്ല. അപ്പൊ സമയക്കുറവുണ്ടെങ്കിലോ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് തൽക്കാലം എക്സിറ്റായി അടുത്ത സമയമുള്ള ഒരു മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇത് അവസാനിക്കുന്നത് വരെയും ക്ഷമയോടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ തുടരുകയും ഇതിലെ പൂർണ്ണമായ ആശയങ്ങൾ മനസ്സിലാക്കുകയും നമ്മളോടൊപ്പം പങ്കുചേരുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും എക്സിറ്റ് ആകണമെങ്കിൽ അതിനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും
ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ നീളാവുന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ക്ഷമയോടെ കേട്ടിരിക്കാൻ തയ്യാറാണെങ്കിലാണ് ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കേണ്ടത്. അല്ലെങ്കിൽ കുറച്ച് മാത്രം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാതെ നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നത്, ഇത്രയും പ്രോഗ്രാം അവസാനിക്കുന്നത് വരെയും നിങ്ങൾ അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ, ക്ഷമയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണമായ ആശയം ലഭിക്കുകയും ഇത് 2 കൈ നീട്ടി സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യും. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് ആകാംക്ഷയോടുകൂടി പോകുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് പൂർണ്ണമായും ഇത് അവസാനം വരെയും കേൾക്കുകയാണെങ്കിൽ തുടർന്നുള്ള സെക്ഷനുകളിലേക്കൊക്കെ വളരെ താല്പര്യത്തോടു കൂടി നിങ്ങൾ ഇൻവോൾവ് ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രസ്ഥാനം മനസ്സിലാക്കി വരാൻ കാരണം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സ് തുറന്ന് സേവന പ്രവർത്തനം നടത്താൻ കഴിയും എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ആവശ്യമുള്ളിടത്തോളം വരുമാനം മറ്റുള്ളവർക്ക് സേവനം നൽകിക്കൊണ്ട് നേടാൻ കഴിയുമെന്നുള്ളൊരു നേട്ടമുണ്ട്. ധാരാളം തൊഴിലവസരങ്ങൾ നമ്മളിലൂടെ തൊഴിലില്ലാത്തവരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു നേട്ടവും ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഞാൻ ഏറ്റെടുക്കാൻ കാരണമായത്. ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ എത്തിയിട്ട് 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെത്തിയിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് എത്രയും വേഗവും ഇതിനെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2025 ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനായി മാറാൻ പോകുന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി മാറുന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരിലൂടെയാണ് ഈ ഒരു ലക്ഷ്യം വിജയിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതിൽ പങ്കാളിയായി മാറുന്നതിലൂടെ ഓരോരുത്തർക്കും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും കഴിയും. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ കമ്പനി വിഭാവനം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. ഗ്ലോബൽ ഗാർഡൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ കൂടി കമ്പനി പ്രധാനമായും ഉദ്ദേശിക്കുന്നത് 180 മാസ്റ്റർ ചാനൽ പാർട്ട്നേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. 180 മാസ്റ്റർ ചാനൽ പാർട്ട്നേഴ്സിനെ 2020 സൃഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കമ്പനി ആരംഭിച്ചത്. എന്നാൽ കൊറോണ എന്ന മഹാമാരി നമ്മളെല്ലാവരെയും ബാധിച്ചത് നമുക്കറിയാം. ആ ഒരു സമയത്ത് എല്ലാ ബിസിനസ്സുകൾക്കും വളരെയധികം മാന്ദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഗ്ലോബൽ ഗാർഡൻ ആ സമയത്താണ് മികച്ച രീതിയിലേക്ക് വന്നത്. പക്ഷെ ഇത്രയും സ്ട്രക്ചറിലുള്ള വ്യക്തികളെ കണ്ടെത്തുന്നതിനുള്ള കാലതാമസം എടുത്തത് കൊണ്ടാണ് 2020 കമ്പനിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാത്തത്. ഇത് 2025 കൂടി പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും 2025 180 മാസ്റ്റർ ചാനൽ പാർട്ട്നേഴ്സ് ഈ കമ്പനിയെ നയിക്കാനുണ്ടാകും. നമുക്കും അതിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. കമ്പനിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് മാസ്റ്റർ ചാനൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ 1800 ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് കമ്പനിക്ക് അടുത്തൊരു ഒഫീഷ്യൽ സ്ഥാനം ഉള്ളത്. അത് കഴിഞ്ഞാൽ വരുന്നത് 18,000 അസിസ്റ്റന്റ് ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പൊസിഷനാണുള്ളത്. ഇതെല്ലാം കമ്പനിയിലെ ലീഡർഷിപ്പിൽ നിന്ന് ഇന്ത്യയിൽ മുഴുവനുമുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ കമ്പനിയുടെ ഒഫീഷ്യൽ സ്ഥാനങ്ങളാണ്. ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ നിങ്ങൾക്കും വരാനുള്ള അവസരം ഇപ്പോഴുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് കടന്നു വരാൻ കഴിയും. അപ്പൊ അതിലേക്ക് കടന്നു വരണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെയും കടന്നു വരാം. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങളുടെ പ്രയത്നം കൊണ്ടും കടന്നു വരാനുള്ള അവസരം ഉണ്ട്. അതുപോലെ തന്നെ 90,000 പാർട്ട്നേഴ്സ്, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. പാർട്ട്ണർ എന്ന് പറയുന്ന പോസ്റ്റ് ഗ്ലോബൽ ഗാർഡൻ എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്ട്ണറായി വരാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ 9 ലക്ഷം വ്യക്തികൾക്ക് യുപോസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാളുണ്ട്. അതിന്റെ ഓണർഷിപ്പിലേക്കും വരാൻ കഴിയും. അതുപോലെ തന്നെ ലോക്കൽ ഷോപ്പുകൾ ഉള്ളവർക്കൊക്കെ വെണ്ടർ എന്ന് പറയുന്ന സ്ഥാനത്തിലേക്കും കടന്നു വരാൻ കഴിയും. മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ളവർക്കും ഫ്രാഞ്ചൈസി ഓണേഴ്സിനും ഒക്കെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. ഏകദേശം 30 ലക്ഷത്തോളം ഗ്ലോബൽ ഗാർഡന്റെ സ്റ്റാഫുകളെ ആവശ്യം വരും ഈ ഒരു പ്രസ്ഥാനം മുഴുവനായും ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത്. അതുപോലെ തന്നെ 72 ലക്ഷം വെണ്ടർമാരുടെ സ്റ്റാഫുകളെയും ആവശ്യം വരും. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ധാരാളം തൊഴിലവസരങ്ങൾ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ സ്ഥാനങ്ങളിലേക്ക് നമുക്കോ നമ്മുടെ തലമുറയ്ക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ഇപ്പോഴുണ്ട്. അത് ആയുഷ്കാല ബെനിഫിറ്റിലേക്ക്
പോകുന്ന സംവിധാനമാണ്. ഇനി എന്താണ് ഗ്ലോബൽ ഗാർഡൻ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊരു ഇന്ത്യൻ നിർമ്മിതമായ കമ്പനിയാണ്. നമുക്ക് അഭിമാനപൂർവ്വം പറയാം, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യൻ കമ്പനിയാണ്. എംപവറിംഗ് പീപ്പിൾ, വ്യക്തികളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിട്ടുള്ളത്. കമ്പനിയുടെ പേര് ഗ്ലോബൽ ഗാർണർ സെയിൽസ് സർവീസസ് ലിമിറ്റഡ് എന്നാണ്. തുടക്കത്തിൽ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു എങ്കിലും ക്രമേണ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. കമ്പനിയുടെ വാല്യുവേഷൻ എല്ലാ വർഷങ്ങളിലും കമ്പനിയുടെ ടേൺ ഓവറിന്റെ വാല്യുവേഷൻ നടത്താറില്ല. അപ്പൊ അത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഏജൻസിയാണ് അതിന്റെ വാല്യുവേഷൻ നടത്തുന്നത്. 2019 നവംബർ മാസം നടത്തിയ വാല്യുവേഷന്റെ റിപ്പോർട്ടാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. 256 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായി 2019 മാറി. 2016 കമ്പനി ആരംഭിക്കുന്നു. 2017 ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. 2019 256 കോടി ഉള്ള ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായി മാറി. ഇന്ന് അവസാനത്തെ വാല്യുവേഷൻ അനുസരിച്ച് 6680 കോടിയുടെ ടേൺ ഓവർ ആണ്. പുതിയ വാല്യുവേഷൻ വരുമ്പോഴേക്കും ഇതിനേക്കാൾ എത്രമാത്രം ഉയരത്തിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നും അവാർഡുകൾ ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. 2018 തന്നെ ഗുജറാത്തില് മിനിസ്റ്റർ വിജയ് റുപാനി നമ്മുടെ കമ്പനിയെ ആദരിച്ചു. നമ്മുടെ സിഇഒയും CMD ആണ് അവിടെ അവാർഡ് മേടിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 2018 മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്ററിൽ നിന്നും അവാർഡ് നേടി. അതുപോലെ തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ നമ്മുടെ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഇൻവെസ്റ്ററായി കടന്നു വന്നിരിക്കുന്നത് 2019 മുതൽ ബെനറ്റ് കോൾമാൻ ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ടൈംസ് ഗ്രൂപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 180 വർഷത്തിലധികം പാരമ്പര്യമുള്ള ടൈംസ് ഓഫ് ഇന്ത്യ, എക്കണോമിക്സ് ടൈംസ് എന്ന് പറയുന്ന മാധ്യമ ന്യൂസ് പേപ്പറുകളുടെ ഓണർഷിപ്പുള്ള ടൈംസ് ഗ്രൂപ്പാണ് ഇതിന്റെ ഇൻവെസ്റ്ററായി കടന്നു വന്നിരിക്കുന്നത്. ഒരു നിസ്സാരമായ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരിക്കലും ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ന്യൂസ് പേപ്പർ മാധ്യമ ഗ്രൂപ്പുകൾ കടന്നു വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെയധികം വിശ്വസനീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഉറപ്പിക്കാൻ കഴിയും. ഈ സംവിധാനം കോപ്പിറൈറ്റഡ് ആണ്. 187 രാജ്യങ്ങളിൽ പേറ്റന്റ് എടുത്തിട്ടുണ്ട്, കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രമേണ ഇത് ഇന്ത്യയിൽ പൂർത്തിയായതിനു ശേഷം മറ്റുള്ള രാജ്യങ്ങളിൽ 187 രാജ്യങ്ങളിലേക്കും ഇതിന്റെ ഫ്രാഞ്ചൈസികൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയും ധാരാളം തൊഴിലവസരങ്ങൾ കുട്ടികൾക്കായി നമുക്ക് ലഭ്യമാക്കി കൊടുക്കുവാൻ കഴിയും. ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എല്ലാ വ്യക്തികൾക്കും ഇവിടെ അവസരമുണ്ട്. ഒരാളിനെ പോലും ഒഴിച്ചു നിർത്തുന്നില്ല. എല്ലാ വ്യക്തികൾക്കും അവസരമുണ്ട്. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും കസ്റ്റമേഴ്സ്. രണ്ടാമത് വിഭാഗം എന്ന് പറയുന്നത് കച്ചവടക്കാർ അല്ലെങ്കിൽ ബ്രാൻഡുകാർ. ഈ രണ്ട് കൂട്ടർക്കും ഇവിടെ അവസരങ്ങൾ ധാരാളമാണ്. നമ്മുടെ രാജ്യത്ത് ഈ രണ്ട് കൂട്ടരാണ് ഉള്ളത്. ഒന്നുകിൽ നമ്മളെല്ലാവരും കസ്റ്റമർ ആയിരിക്കും, അല്ലെങ്കിൽ കച്ചവടക്കാരായിരിക്കും, അല്ലെങ്കിൽ രണ്ടുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ള അവസരം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് വിഭാഗക്കാരെയും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മിഡിൽ നിന്നുകൊണ്ട് വരുമാനം ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാൾ അല്ലെങ്കിൽ യുപോസ് എന്ന് പറയുന്ന സെയിൽസ്മാൻ എന്ന റോളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. ലോകത്തിലെ ആദ്യത്തെ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ധാരാളം പ്ലസ് പോയിന്റുകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. ഓൺലി വൺ പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സർവീസ് പ്രൊവൈഡർ, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് ഒന്നും മേടിക്കാതെ എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ പർച്ചേസുകൾ അല്ലെങ്കിൽ കച്ചവടമൊക്കെ നടന്നതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്ന സർവീസ് പ്രൊവൈഡർ ആണ്. എല്ലാ പ്രോഡക്റ്റുകളും സർവീസുകളും ഉൾപ്പെട്ട ഒരു യൂണിവേഴ്സൽ ആപ്പ് ഉള്ളത് കൊണ്ട് ലോകത്തിലെ എല്ലാ കച്ചവടങ്ങളുടെയും സംവിധാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ലോകത്തിലെ നമ്പർ 1 മാറിയിരിക്കുന്ന സംവിധാനമാണ്. ഒരു 10,000 രൂപ സ്വന്തം ചെലവുകൾക്കായി മുടക്കുന്ന ഏതൊരു വ്യക്തിക്കും 1 കോടി രൂപ വരെ ലഭിക്കാനുള്ള വമ്പൻ അവസരം ഇതിനകത്തുണ്ട്. നമുക്കൊരു കോടി ലഭിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ലോട്ടറി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ കോടികളുടെ കോടി ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും 1 കോടി രൂപ നമുക്ക്
ലാഭമായിട്ട് നേടാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ സ്വന്തം ചെലവുകൾ, വീട്ടിലെ ഏതൊക്കെ ചെലവുകളുണ്ട് അതെല്ലാം ഒരു 10,000 രൂപയിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആ 10,000 രൂപയിൽ നിന്ന് 1 കോടി വരെ എത്താൻ കഴിയുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ 10,000-ത്തിനും ഓരോ കോടി രൂപ വരെ നമുക്ക് നേടാൻ കഴിയും. അതിന് സഹായിക്കുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വ്യക്തികളെ ശാക്തീകരിക്കാൻ കഴിവുള്ളതുമായ ഒരു ആപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ട് ഉള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതുവഴി ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ്. ആർക്കൊക്കെയാണ് ഈ സംവിധാനത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്? എന്താണ് ഇതിനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് യോഗ്യത. എന്താണ് യോഗ്യത? വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടെങ്കിലും 10,000 രൂപയുടെ സ്വന്തം ചെലവുകൾ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഈ സംവിധാനത്തിലേക്ക് കടന്നു വരാം. നമുക്കറിയാം എല്ലാ മാസവും എന്തൊക്കെ ചെലവുകളാണ് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളത് എന്നുള്ളത്. ഇതെല്ലാം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു മാസം തന്നെ 10,000 രൂപയുടെ ചെലവ് എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷേ മാസ ചെലവല്ല കമ്പനിയോട് പറയുന്നത്. ഒരു വർഷം കൊണ്ട് നിങ്ങൾ 10,000 രൂപ ചെലവഴിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ സംവിധാനം അത്യാവശ്യമുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് മാസ ചെലവ് തന്നെ 10,000 രൂപയുണ്ട്. പക്ഷേ കമ്പനി പറയുന്നു ഒരു വർഷം കൊണ്ടെങ്കിലും നിങ്ങൾ 10,000 രൂപയുടെ ചെലവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം ഇത് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതിലൂടെ സാധ്യമാകുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമ്മുടെ ചെലവുകളെ ഒന്ന് പഠിക്കുകയാണ്. മാൻഡേറ്ററി മന്ത്ലി എക്സ്പെൻസസ്. നമ്മൾ ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള മന്ത്ലി എക്സ്പെൻസുകളുണ്ട്. എല്ലാ മാസവും ആ കാര്യം നിർബന്ധമായും ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധിത ചെലവുകൾ, മാസ ചെലവുകൾ ഉണ്ട്. അതുപോലെ തന്നെ മാൻഡേറ്ററി ബട്ട് ഒക്കേഷണൽ എക്സ്പെൻസസ്. നിർബന്ധമാണ്, പക്ഷെ എല്ലാ മാസവും ചെയ്യണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന ചെലവുകളുണ്ട്. അതുപോലെ ഒക്കേഷണൽ യെറ്റ് ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി, പക്ഷെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ ഏണിംഗ് എക്സ്പെൻസുകൾ, നമുക്ക് സമ്പാദിക്കേണ്ടി വരുന്ന അതിനുള്ള ചെലവുകൾ, ഇൻഷുറൻസ് പോലെയൊക്കെ ഉള്ള, അതും നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന സംഭവമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതൊരു എക്സ്പെൻസ് ആണ്. അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ട്. ഈ ചെലവുകളെല്ലാം നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മാൻഡേറ്ററി മന്ത്ലി എക്സ്പെൻസ് ആയാലും, മാൻഡേറ്ററി എന്നാൽ ഒക്കേഷണൽ എക്സ്പെൻസുകളായാലും, ഒക്കേഷണൽ ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് ആയാലും ഏണിംഗ് എക്സ്പെൻസുകളായാലും ഒക്കെ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ അതിനു വേണ്ടി പേ ചെയ്തതിന് ശേഷം അതിനെ മറക്കുകയാണ് ചെയ്യാറുള്ളത്. നിലവിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഗ്ലോബൽ കാറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെലവുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇനി മറക്കുകയല്ല ചെയ്യുന്നത്. അതിലൂടെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്യാഷ് ബാക്കുകളും റിവാർഡുകളും ലഭ്യമാവുകയാണ്. ഈ പറഞ്ഞ ചെലവുകളെല്ലാം ഗ്ലോബൽ ഗാർണർ ഇല്ലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇനി അവയെല്ലാം ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ചെലവാക്കിയ തുക മുഴുവനും ക്യാഷ് ബാക്ക് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് ലഭ്യമാക്കാൻ കഴിയും. അതോടൊപ്പം ധാരാളം റിവാർഡുകൾ നമുക്ക് നേടാൻ കഴിയും. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ്പെൻസ് ഈസ് ദ ന്യൂ ഇൻവെസ്റ്റ്മെന്റ്. സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ബാങ്കുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഷുറൻസുകളിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ അങ്ങനെ നമ്മൾ പണമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെലവുകൾ മാത്രം ഇതുവഴി ചെയ്താൽ മതി. അത് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയി തിരിച്ചു വരും. ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ഈവൻ വെൻ സ്പെൻഡ് അതേഴ്സ്. മറ്റുള്ളവർ ചെലവാക്കിയാൽ പോലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത്. എവറി ടൈം യു സ്പെൻഡ് ₹10,000 ഇറ്റ് ഈസ് ഈക്വൽ ടു 1 crore ഇൻകം ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഓരോ തവണ ചെലവാക്കുന്ന ഈ 10,000 രൂപയുടെ എക്സ്പെൻസും അല്ലെങ്കിൽ സ്പെൻഡിങ്ങുകളും അത് 1 കോടി രൂപ തിരിച്ചു കിട്ടുന്ന അവസരത്തിലേക്ക് മാറുകയാണ്. ആൾ ദിസ് വിത്ത് സീറോ റിസ്ക്. ഇതെല്ലാം സീറോ റിസ്കിലാണ് നേടാൻ കഴിയുന്നത്. വേറെ റിസ്കുകളൊന്നും നമ്മൾ എടുക്കേണ്ടി വരുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റുകളും വരുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമുക്കിത് നേടാൻ കഴിയും. എങ്ങനെയാണ് ഈ ക്യാഷ് ബാക്ക് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്, എങ്ങനെയാണ് ഗ്ലോബൽ കാറിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അവരവരുടെ എക്സ്പെൻസുകളൊക്കെ ക്യാഷ് ബാക്ക് ആയി മാറുന്നത്? സാധാരണ നമ്മൾ കാണുന്നതാണ് ഈ ചിത്രത്തിലുള്ളത്. ഗ്ലോബൽ കാറിന് ഇല്ലാതെ നടക്കുന്ന സംവിധാനം, ഈ ലോകത്ത് നടക്കുന്ന സംവിധാനമാണ് സ്ക്രീനിൽ കാണുന്നത്.
ബയർ ഉണ്ട്, സെല്ലർ ഉണ്ട്, കച്ചവടക്കാരനുമുണ്ട്, പിന്നെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറുമുണ്ട്. അപ്പം വാങ്ങിക്കുന്ന ആള് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് വേണ്ടി പേയ്മെന്റ് ചെയ്യുന്നു. അത് സെല്ലറിലേക്ക് പോകുന്നു. ആരാ കൊടുത്തിരിക്കുന്നത് നോക്കുക. പേയ്സ് ടു പ്രോഡക്റ്റ് ഓർ സർവീസ് ടു സെല്ലർ. കച്ചവടക്കാരനിലേക്ക് ആ പ്രോഡക്റ്റിന്, അതായത് ആവശ്യമുള്ള പ്രോഡക്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ആവശ്യമുള്ള സർവീസിന് വേണ്ടിയോ പേയ്മെന്റ് നടത്തുന്നു. അങ്ങനെ പേയ്മെന്റ് കച്ചവടക്കാരിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കച്ചവടക്കാരൻ ആ പേയ്മെന്റിന് തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നു, ബയറിലേക്ക് കൊടുക്കുന്നു. ഇതാണ് നിലവിലുള്ള സിസ്റ്റം. എന്നാൽ ഇതേ സിസ്റ്റം തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ ഇടയ്ക്ക് മിഡിലായിട്ട് നമ്മുടെ ഗ്ലോബൽ ഗാർഡൻ ഉണ്ടാവും. അങ്ങനെ ഗ്ലോബൽ ഗാർഡനെ നിങ്ങൾ ഇടയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, ആദ്യം കിട്ടുന്നത് നിങ്ങൾ ചിലവാക്കുന്ന തുക മുഴുവനും നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ലഭിക്കും. നിങ്ങൾ വീട്ടിലേക്ക് ഗ്രോസറി മേടിക്കുന്ന എത്ര രൂപയ്ക്കാണോ അത്രയും രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി ലഭിക്കും. നിങ്ങൾ വീട്ടിലേക്ക് വെജിറ്റബിൾസ് മേടിക്കുന്ന എത്ര രൂപയ്ക്കാണോ അത്രയും രൂപ നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി ലഭിക്കും. നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ മേടിക്കുന്നുണ്ടെങ്കിൽ അത്രയും രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി ലഭിക്കും. ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി ലഭിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്തൊക്കെ ചെലവുകളാണോ ചെയ്യുന്നത് ആ ചെലവുകൾക്ക് മുടക്കുന്ന തുക മുഴുവനും നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി പ്രോഡക്റ്റ് കിട്ടുന്നതിന് പുറമെ എക്സ്ട്രാ കിട്ടും. ഇത് ഗ്ലോബൽ ഗാർഡന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ചെലവുകൾ നടന്നാലാണ് ഇത് ലഭിക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം വഴി ചെയ്യുന്നതിലൂടെ 100% നിങ്ങൾക്ക് തന്നെ തിരികെ ലഭ്യമാക്കാൻ കഴിയും. അപ്പൊ അത് ഒരു കസ്റ്റമറിന് വളരെ വലിയ നേട്ടമായി മാറുന്നു. പവർ ഫ്രം ആൻഡ് ടു ദ കൺസ്യൂമർ. ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കിട്ടുന്ന കാര്യങ്ങളെല്ലാം വളരെ പവർഫുള്ളായി മാറുകയാണ്. എങ്ങനെയാണ് ഈ ക്യാഷ് ബാക്ക് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെലവാക്കുന്ന തുക മുഴുവനും നമുക്ക് തിരികെ ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ഓൺ GG എന്നാണ്. ഗ്ലോബൽ ഗാർഡനിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ആ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരുപാട് റിസ്കുകളൊന്നുമില്ല, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. സൗജന്യമായി എല്ലാ വ്യക്തികൾക്കും നിസ്സാര സമയം കൊണ്ട് തന്നെ ഗ്ലോബൽ ഗാർഡനിലേക്ക് രജിസ്റ്റർ ചെയ്ത് കടന്നു വരുവാൻ കഴിയും. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. രണ്ടാമത് സെലക്ട് പ്രോഡക്റ്റ് ഓഫ് സർവീസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. സൂപ്പർ മാർക്കറ്റ് വഴിയാണ് മേടിക്കുന്നതിൽ അങ്ങനെ മേടിക്കുക, ഓൺലൈൻ സൈറ്റ് വഴിയാണ് മേടിക്കുന്നതിൽ അങ്ങനെ മേടിക്കുക. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഈ സംവിധാനത്തിലേക്ക് വന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പൊ ആദ്യം അത് രണ്ടാമത് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അത് മേടിച്ചു കഴിയുമ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ടൊരു ബില്ല് കിട്ടും. ആ ബില്ല് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്ലോഡ് ചെയ്യുന്ന ബില്ല് കമ്പനിയിൽ നിന്ന് കച്ചവടക്കാരിലേക്ക് പോകും. അപ്പൊ കച്ചവടക്കാരൻ ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ നിന്നാണ് നമുക്ക് വരുമാനത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. ആ പോയിന്റിന്റെ സഹായത്തോടുകൂടി കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് നടത്തി കഴിയുമ്പോഴേക്കും ക്യാഷ് ബാക്ക് കിട്ടിത്തുടങ്ങും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആദ്യം GGയിൽ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്, ഇപ്പൊ ആമസോണിൽ നിന്നാണ് സാധനം മേടിക്കുന്നതെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. അത് ഈ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടുകൂടി ബൈ ചെയ്യുക, വാങ്ങിക്കുക. ആ ബില്ല് ഇവിടെ കണക്ട് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞ് അതിന്റെ അപ്രൂവൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ക്യാഷ് ബാക്ക്, അതായത് നിങ്ങളുടെ ഫുൾ എമൗണ്ട്, നിങ്ങൾ ചെലവാക്കിയ ഫുൾ എമൗണ്ടും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരും. ആ ഫിക്സഡ് ഡിപ്പോസിറ്റിന് നമ്മുടെ കമ്പനി കൊടുത്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ GG കോയിൻസ് എന്നാണ്. അപ്പൊ ഈ ഒരു പദം നമ്മൾ പഠിക്കുക. GG കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവാക്കിയ തുക അതിന് തുല്യമായ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയും അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് ഗ്ലോബൽ ഗാർഡൻ ഗിഫ്റ്റായി തരുന്നതാണ്. എത്ര രൂപയുടെ പർച്ചേസ് ആണോ നമ്മൾ ചെയ്തത് അത്രയും രൂപയുടെ തന്നെ GG കോയിൻ. ഈ GG കോയിൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് GG കോയിൻ സ്വീകരിക്കുന്ന ഷോപ്പുകളുണ്ട്, GG കോയിൻ സ്വീകരിക്കുന്ന ഓൺലൈൻ ബ്രാൻഡുകളുണ്ട്. അവിടെയൊക്കെ ഇത് റിഡീം ചെയ്യാൻ കഴിയും. 5% വീതമാണ് ഓരോ പർച്ചേസിൽ നമുക്ക് റിഡീം ചെയ്യാൻ കഴിയും.
ക്രമേണ നമുക്ക് GG മണി കൂടി കിട്ടും. ആ GG മണി എന്ന് പറയുന്നത് റിയൽ ക്യാഷ് ആണ്. അപ്പം GG കോയിൻ എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി കിടക്കുന്ന നമ്മുടെ ഭാവിയിൽ അത് റിയൽ ക്യാഷ് ആയി മാറാൻ സഹായിക്കുന്ന ഒരു ക്യാഷ് ആണെന്ന് പറയാം, ഒരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു FD ആണെന്ന് പറയാം. ഇതാണ് GG കോയിൻ. എന്നാൽ ആ GG കോയിനിൽ നിന്ന് നമുക്ക് ഓരോ 10,000 GG കോയിൻ ആകുമ്പോഴേക്കും പർച്ചേസ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ സർവീസ് ചെയ്ത എമൗണ്ട് 10,000-ലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് UPV എന്ന് പറയുന്ന നമ്പർ കിട്ടും. ആ UPV എന്ന് പറയുന്ന നമ്പർ ടാഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ക്യാഷ് ബാക്കിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ നമുക്ക് ക്രമേണ റിയൽ ക്യാഷ് നമ്മുടെ വാലറ്റിലേക്ക് വരും. അതാണ് GG മണി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലുള്ള വരുമാനമാണ്. ഒന്ന് GG കോയിന്റെ രൂപത്തിലാണ്, രണ്ട് GG മണിയുടെ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം UPV എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞു. ഓരോ 10,000-ന്റെയും പർച്ചേസിനെയാണ് UPV എന്ന് പറയുന്നത്. ആ UPV നമുക്ക് ജനറേറ്റ് ആവുന്നതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ലോക്കൽ ഷോപ്പുകളിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു മിനിമം 3 ദിവസത്തെ കാലാവധി എടുക്കാം. മെഗാ ബ്രാൻഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റോ ബസ് ടിക്കറ്റോ ബുക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഒരു 15 ദിവസം മുതൽ 20 ദിവസം വരെ എടുത്തേക്കാം. BSW അല്ലെങ്കിൽ ബെസ്റ്റ് ഷോപ്പിംഗ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്രാൻഡുകൾ ഇവയ്ക്കൊക്കെ ഒരു 90 ദിവസം ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരുമെന്ന്. അപ്പൊ ഇത് കാലാവധി നമ്മൾ ഓർമ്മിച്ചിരിക്കും. ഇങ്ങനെ നമുക്ക് റിട്ടേൺ തരുന്നതിന് 3 രീതിയിലുള്ള ക്യാഷ് ബാക്ക് ആണ് കമ്പനി ആദ്യം മുതലേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 4ാമതൊരെണ്ണം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ നമുക്ക് പണം തിരിച്ചു കിട്ടാൻ, നമ്മൾ ചെലവാക്കിയ പണം നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ക്യാഷ് ബാക്ക് ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. അതിൽ IC എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ക്യാഷ് ബാക്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്യാം. ഈ 4 ക്യാഷ് ബാക്കിൽ ഏത് ക്യാഷ് ബാക്ക് ആണ് എനിക്ക് വേണ്ടതെന്നുള്ളത് എനിക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഒരിക്കൽ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ് പിന്നീട് അത് മാറ്റാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഓരോ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓരോ സർവീസ് നടത്തുമ്പോഴും വേണമെങ്കിൽ മാറ്റാം. എന്നാൽ അത് മാറ്റാതെ സർക്കിൾ എന്ന് പറയുന്ന ക്യാഷ് ബാക്കിൽ തന്നെ നമ്മൾ ഇട്ടിരിക്കുകയാണെങ്കിൽ അതിലാണ് 1 കോടി രൂപ വരെ ഒരു 10,000-ൽ നിന്ന് കിട്ടുന്നത്. ബാക്കിയുള്ളതിനും 3-നും ഈ സ്ക്രീനിൽ കാണുന്ന 3-നും വരുമാനം കുറവാണ്. IC എന്ന് പറയുമ്പോൾ 2% മുതൽ 10% വരെ ലഭിക്കുകയുള്ളൂ. RPP എന്ന് പറയുമ്പോൾ 2% മുതൽ 100% വരെയുള്ളത് ലഭിക്കാം. എല്ലാവർക്കും ഇല്ല. അത് നറുക്കെടുപ്പിലൂടെയാണ് അത് സെലക്ട് ചെയ്യുന്നത്. ഒരാളിന് ഫുൾ കിട്ടാം, ബാക്കിയുള്ളത് കുറഞ്ഞ് 2% വരെ വരാം. അടുത്തത് FIFO എന്ന് പറയുന്ന ഒരു ക്യാഷ് ബാക്ക് ഉണ്ട്. അത് കമ്പനി തന്നെയാണ് സീനിയോറിറ്റി ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ വരുമാനം കിട്ടുന്നതിന് UPV-കളുടെ സീനിയോറിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ഓരോ UPV-യും എത്ര വേഗത്തിൽ ടാഗിങ് നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് വരുമാനം നേരത്തെ കിട്ടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സീനിയോറിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. നമുക്ക് UPV ആയി എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അത് ടാഗ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോകണം. ഇനി 4ാമത്തെ ക്യാഷ് ബാക്ക് ആണ് സർക്കിൾ എന്ന് പറയുന്നത്. ആ സർക്കിളിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. അപ്പൊ ഇതൊരു കസ്റ്റമർ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പൊ ആ കസ്റ്റമർ ആപ്ലിക്കേഷൻ നമ്മൾ മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്താൽ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പൊ കസ്റ്റമർ ആപ്ലിക്കേഷന്റെ സഹായത്തോടുകൂടി സ്വന്തമായിട്ടുള്ള പർച്ചേസുകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സർവീസുകൾ നടത്തുന്നതിലൂടെയുള്ള വരുമാനത്തെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റുകളിലേക്ക് പോവുകയാണ്. പല ആപ്ലിക്കേഷനുകളും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പേ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഫോൺ പേ ചെയ്തിട്ടുണ്ട്, ഓല ചെയ്തിട്ടുണ്ട്, ഊബർ ചെയ്തിട്ടുണ്ട്, സൊമാറ്റോ, ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വഴിയായിരിക്കും നമ്മൾ ആ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെ. അപ്പൊ അവിടെ ഒന്നും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, ഒരു റിട്ടേണും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വാട്സാപ്പുകാർ നിങ്ങൾക്ക് ഏതെങ്കിലും വരുമാനം തരുന്നുണ്ടോ? നിങ്ങൾ കാരണം വാട്സാപ്പ് കുറെ പേര് ഉപയോഗിച്ച് തുടങ്ങിയെന്ന് കരുതിയിട്ട്. ഗൂഗിൾ പേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കാരണം മറ്റാരെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരുമാനം തന്നിട്ടുണ്ടോ ഗൂഗിൾ പേ? ചിന്തിച്ചു നോക്കുക. ഈ ആപ്ലിക്കേഷനിൽ ആരെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് അവരാരെങ്കിലും 1 രൂപയെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഗ്ലോബൽ കാർഡ് ആപ്ലിക്കേഷൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരുമാനം, ഓരോ UPV-യിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സീനിയോറിറ്റി ആയി കഴിഞ്ഞാൽ ആ സീനിയോറിറ്റി പ്രകാരം
നമുക്ക് ശേഷം വരുന്ന ആദ്യത്തെ UPV-യിൽ നിന്ന് 75 രൂപ ലഭിക്കും. രണ്ടാമത്തെ വരുന്ന 75, 3, 4, 5 വരെയും 75 രൂപ വീതം ലഭിക്കും. ആറാമത്തെ UPV നമുക്ക് ശേഷം വരുമ്പോഴേക്കും നമുക്ക് 125 ലഭിക്കും. അങ്ങനെ ആകെ 500 രൂപ നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 6 UPV-കളാണ്. നമ്മുടെ UPV-കൾക്ക് ശേഷം 6 UPV-കൾ വരിക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വരും. കാരണം നമ്മുടെ ഫോണിലെ കോൺടാക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 500ഉം 1000 കോൺടാക്റ്റുകൾ. ഇവരോടൊക്കെ ഈ ആപ്ലിക്കേഷന്റെ മേന്മ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും അവരുടെ ചെലവുകൾ ഈ സംവിധാനത്തിൽ കൂടി മാത്രം ചെയ്യും. അങ്ങനെ അവർക്കെല്ലാം 10,000-ൽ കൂടുതൽ വരുന്ന ഓരോ ചെലവിനും ഓരോ UPV വീതം ലഭിക്കും. 20,000 രൂപയുടെ ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 UPV, 50,000 രൂപയുടെ ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 UPV ലഭിക്കും. അപ്പൊ ഈ UPV-കളെല്ലാം സീനിയോറിറ്റി പ്രകാരമാണ് എടുക്കുന്നത്. അത് കമ്പനി ഡയറക്റ്റ് എടുക്കുന്ന ഒരു മെത്തേഡും ഉണ്ട്, നമുക്ക് തന്നെ മാനുവലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡുമാണ്. അപ്പൊ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ തന്നെ എടുക്കുന്ന മെത്തേഡാണ്. കാരണം കമ്പനി എടുക്കുന്ന മെത്തേഡിലൂടെ നമുക്ക് മാക്സിമം കിട്ടുന്നത് ആ എമൗണ്ട് വരെ മാത്രം. ഉദാഹരണം, നമ്മൾ 10,000 രൂപ ചെലവാക്കിയ വ്യക്തിയാണെങ്കിൽ 10,000 രൂപ കിട്ടുന്നത് വരെ മാത്രമേ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ അതേ കാര്യം നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപ വരെ ലഭിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാവരോടും, പുതുതായി വരുന്ന എല്ലാവരോടും നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ക്യാഷ് ബാക്ക് സെലക്ട് ചെയ്തിടുവാനും നിങ്ങൾക്ക് കിട്ടുന്ന UPV-കൾ നമ്മൾ പറയുന്നത് പോലെ ടാഗ് ചെയ്യുക. UPV ആയിക്കഴിഞ്ഞാൽ പിന്നെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് അതിനെ നിങ്ങൾക്ക് ടാഗ് ചെയ്യുന്ന രീതിയിലേക്ക് പറഞ്ഞു തരികയോ ടാഗ് ചെയ്ത് സഹായിക്കുകയോ ചെയ്യും. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് 9 സർക്കിൾ വരെ ഫില്ല് ചെയ്യാൻ കഴിയും. ഒരു UPV-യിൽ നിന്ന് 9 സർക്കിൾ വരെ ഫില്ല് ചെയ്താൽ കിട്ടുന്ന വരുമാനത്തേക്കാണ് ഈ സൂചിപ്പിക്കുന്നത്. 50 ലക്ഷം, 21 ലക്ഷം രൂപ റിയൽ ക്യാഷ് ആയിട്ട് നമുക്ക് കയ്യിൽ വരുമ്പോൾ 70 ലക്ഷം രൂപ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി കിടന്ന കോയിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ കഴിയും. അത് 4ാമത്തെ സർക്കിൾ മുതൽ ആരംഭിക്കുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പിന്നീട് ആയാലും മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഫസ്റ്റ് സർക്കിൾ പൂർത്തിയാക്കണമെങ്കിൽ 6 UPV-കൾ നമുക്ക് ശേഷം വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 500 രൂപ ലഭിക്കും. അത് കഴിഞ്ഞ് 1000, അത് കഴിഞ്ഞ് 3500, അത് കഴിഞ്ഞ് 5000, ഇങ്ങനെ പോകും. അപ്പൊ 4 തവണ ആകുമ്പോൾ തന്നെ നമ്മൾ മുടക്കിയ പൈസ തിരിച്ചായി. ഒന്ന് കൂട്ടി നോക്കുക. 500 പ്ലസ് 1000 പ്ലസ് 3500 പ്ലസ് 5000. നമ്മുടെ വീട്ടിലേക്ക് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു ആമസോണിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു UPV കിട്ടി. ആ UPV നമ്മൾ ടാഗ് ചെയ്തു. ആ ടാഗ് ചെയ്തതിന് ശേഷം മറ്റുള്ളവർ ഇതുപോലെ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ 4 സർക്കിളിൽ തീരുന്നില്ല. 4ാമത്തെ സർക്കിൾ ആകുമ്പോൾ സ്റ്റോപ്പ് ആയ കാരണം അവിടെ നമുക്ക് 10,000 രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി കിടക്കുന്ന ഈ തുകയിൽ നിന്ന് 10,000 രൂപ മാറ്റി നമുക്ക് റിയൽ ക്യാഷ് ആക്കി മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ 18,000 രൂപ നമ്മൾ മേടിക്കുന്ന സമയത്ത് 36,000 GG കോയിൻ മാറ്റി റിയൽ ക്യാഷ് ആക്കി എടുക്കാൻ കഴിയും. അങ്ങനെ തുടർന്ന് ഏകദേശം 30 ലക്ഷം രൂപ വരെ റിയൽ ക്യാഷും 21 ലക്ഷം രൂപ വരെ റിയൽ ക്യാഷും നമുക്ക് നേടാം. 21 പ്ലസ് അതിന് മുമ്പുള്ളതും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 30 ലക്ഷം വരും. അപ്പോൾ ഒരു 10,000-ന്റെ ചെലവ് ചെയ്യുന്ന വ്യക്തിക്ക് ടാഗിംഗ് സിസ്റ്റത്തിലൂടെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ 30 ലക്ഷം രൂപ റിയൽ ക്യാഷും 70 ലക്ഷം രൂപ കോയിൻ കൺവേർട്ട് ചെയ്തുള്ള ക്യാഷും നേടാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്യാനുള്ള അവസരം 2025 വരെ കമ്പനി തന്നു. ഇത് കഴിഞ്ഞാൽ കമ്പനി എക്സിക്യൂട്ടീവുകളെ വെച്ച് റെഫർ ചെയ്യുകയും ആ ബെനിഫിറ്റ് മുഴുവൻ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ കുറിച്ചാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മുഖേന നമ്മുടെ അയൽപക്കത്തുള്ള ഒരു വ്യക്തി ഒരു 10,000-ന്റെ പർച്ചേസ് ചെയ്തു എങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴൊക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ അതിന്റെ 10% ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ റെഫർ ചെയ്തത് കാരണം നമുക്കും കിട്ടും. അതോടൊപ്പം മൂവി ടിക്കറ്റ്, 200 രൂപയ്ക്കുള്ള മൂവി ടിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ടിക്കറ്റ് കൂടി ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇനിയും GGയെ കുറിച്ച് കൂടുതൽ അറിയണോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡസ് GG ഗീവ് സോ മച്ച് ആൻഡ് സ്റ്റിൽ ഏൺ? അപ്പൊ ഇനിയും കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ഓരോ വ്യക്തിക്കും
കിട്ടുന്ന വരുമാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച് തന്നെ ഒരു ചാർട്ടിന്റെ രൂപത്തിൽ കമ്പനിക്ക് എങ്ങനെ തരാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചാർട്ടിന്റെ രൂപത്തിലാണിത് തന്നിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മളൊരു UPV ക്രിയേറ്റ് ചെയ്തു, ഫസ്റ്റ് UPV. ആ UPVയിലേക്ക് മറ്റുള്ള വ്യക്തികളുടെ UPVകൾ അതിനുശേഷം സീനിയോറിറ്റി പ്രകാരം ടാഗായി വന്നു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ ലഭിക്കും. അത് കഴിഞ്ഞ് ആ 6 വ്യക്തികൾ അല്ലെങ്കിൽ 6 UPVയിലൂടെ വീണ്ടും അടുത്ത തുടർന്നുള്ള ഇതേ സ്റ്റെപ്പുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് 500-ൽ നിന്ന് അത് 1000-ആയി മാറും. പിന്നെ അത് 3500, അത് കഴിഞ്ഞ് 5000, അങ്ങനെ കൂടി. ഇതെല്ലാം തരാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കച്ചവടക്കാര്, ജിയിലേക്ക് കടന്നു വന്നിട്ടുള്ള കച്ചവടക്കാര് കസ്റ്റമർ പർച്ചേസ് ചെയ്ത എമൗണ്ടിന്റെ മിനിമം ഒരു 5% അല്ലെങ്കിൽ 6% നമ്മുടെ കമ്പനിയിലേക്ക് നൽകും. അങ്ങനെ നൽകുന്ന തുകയിൽ നിന്നാണ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. സാധാരണ ഒരു ബാങ്കിലേക്ക് ഇട്ടുകൊണ്ടിരുന്ന സംവിധാനം രൂപയാണ്. അത് ഗ്ലോബൽ ഗാർഡനിലെ കസ്റ്റമേഴ്സിന് വേണ്ടി അവരുടെ ചെലവുകൾ തിരികെ കിട്ടുന്നതിന് വേണ്ടി അവർ നമ്മുടെ കമ്പനിയിലേക്ക് വിഹിതം നൽകും. ആ വിഹിതമാണ് കസ്റ്റമറിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ കച്ചവടക്കാരിൽ നിന്നുള്ള ലാഭവിഹിതമാണ് കമ്പനി അത് മേടിച്ചിട്ട് നമുക്ക് തരുന്നത്. സാധാരണ ഇന്ത്യയിലുള്ള സ്പെൻഡിങ്ങിന്റെ ചെലവ് സർവേ പ്രകാരം പറയുന്നത് 210 ലക്ഷം കോടി രൂപയാണ്. ഗ്ലോബൽ ഗാർഡൻ പറയുന്നു അതിന്റെ ഒരു 30% 2025 ഡിസംബർ 31 മുന്നേ നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ, അതായത് 63 ലക്ഷം കോടി രൂപയുടെ ചെലവ് ഇന്ത്യയിലെ മുഴുവൻ വ്യക്തികളും 2025 ഡിസംബറിന് മുമ്പേ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനായി. ഇനി ഗ്ലോബൽ ഗാർഡിൽ എന്തൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുക. ഗ്ലോബൽ ഗാർഡ് ആപ്ലിക്കേഷനകത്ത് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നോക്കിക്കഴിഞ്ഞാൽ 126-ലധികം ഓൺലൈൻ വെബ്സൈറ്റുകൾ കാണാൻ കഴിയും. ആമസോൺ പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ 36,000 ലോക്കൽ അല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റോറുകൾ ഇന്നതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ബേറ്റ, ബിഗ് ബസാർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളും, ഫിസിക്കൽ ആയിട്ടുള്ളതും ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ഷോപ്പുകൾ, നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ ഷോപ്പുകൾ ഏകദേശം 50,000 ലോക്കൽ ഷോപ്പുകൾ ഇതിൽ വന്നു കഴിഞ്ഞു. കമ്പനി ഫോക്കസ് ചെയ്യുന്നത് 36,000 ലോക്കൽ ഷോപ്പുകളെ ഇന്ത്യയിലെ നമ്പർ 1 ഷോപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ്, ഡിജിറ്റൽ ഷോപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഫുൾ സപ്പോർട്ടുകളും കമ്പനി കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു കച്ചവടക്കാർക്ക് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചെലവുകളുണ്ട്, ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട ചെലവുകളുണ്ട്, കൺസൾട്ടിങ്ങുമായി ബന്ധപ്പെട്ട ചെലവുകളുണ്ട്, ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ചെലവുകളുണ്ട്, പോസ്റ്റ് പെയ്ഡ് ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചെലവുകളുണ്ട്, സെയിൽസ് ടീമിന് ശമ്പളമൊക്കെ കൊടുക്കേണ്ട ചെലവുകളുണ്ട്. അപ്പൊ ഇങ്ങനെ സെയിൽസ് ടീമിനെയൊക്കെ വയ്ക്കുന്നതിന് ചെലവുകളുണ്ട്. ഈ ചെലവുകളെല്ലാം അഡ്വാൻസ് ആയിട്ടാണ് സാധാരണ കമ്പനികൾ പേ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ സെയിലിന് അല്ലെങ്കിൽ കച്ചവടത്തിന് ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നതാണ്. ഇത്രയും ചെലവുകൾ ചെയ്തിട്ട് കച്ചവടക്കാർക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇത് വളരും അല്ലെങ്കിൽ കച്ചവടക്കാരെ കസ്റ്റമേഴ്സിനെ എത്തിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. എന്നാൽ ഗ്ലോബൽ ഗാർഡിലൂടെയാണ് വരുന്നതെങ്കിൽ ധാരാളം ഗ്യാരണ്ടികൾ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവർക്കൊരു നല്ലൊരു ഡിജിറ്റൽ പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 50,000-ഓളം വില വരുന്നതാണ്. അത് കമ്പനി അങ്ങോട്ടാണ് കൊടുക്കുന്നത്. പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സർവീസസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പോസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള സെയിൽസ് സർവീസ് കമ്പനി ചെയ്യുന്നുണ്ട്, ഈ കച്ചവടക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. റിവാർഡ്സ് ആൻഡ് ക്യാഷ് ബാക്ക് സിസ്റ്റം ഫോർ യൂസർ റിട്ടൻഷൻ ആൻഡ് ഗ്രോത്ത്. അപ്പൊ അവരുടെ നിലവിലുള്ള കസ്റ്റമറിനെ നിലനിർത്തുന്നതിനും പുതിയ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വന്നു ചേരുന്നതിനും വേണ്ടി ധാരാളം റിവാർഡ്സ് പ്രോഗ്രാമുകളും ക്യാഷ് ബാക്ക് സിസ്റ്റവും ഗ്ലോബൽ ഗാർഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരുടെ മാർജിൻ ഇൻക്രീസ് ആവും. 100 കസ്റ്റമർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1000 കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ 100 പേർക്ക് വാങ്ങിക്കുമ്പോഴുള്ള വിലയല്ല ആ ഹോൾസെയിലർ മേടിക്കുക, 1000 പേർക്ക് വീണ്ടും പ്രൊഡക്ഷൻ കൊടുക്കും. അപ്പൊ അങ്ങനെ മാർജിൻ ഇൻക്രീസ് ആയി മാറും. എക്സ്ക്ലൂസിവിറ്റി ഓഫ് 1 കിലോമീറ്റർ റേഡിയസ്. ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്ലോബൽ ഗാർഡൻ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു സൂപ്പർ മാർക്കറ്റ് വരരുതെന്ന് ആ കച്ചവടക്കാരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനി പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ
ആ 1 കിലോമീറ്ററിന് അകത്തുള്ള മറ്റൊരു സൂപ്പർ മാർക്കറ്റിനെ ഗ്ലോബൽ ഗാർഡിലേക്ക് കൊണ്ടുവരില്ല. റിട്ടേൺ ഓഫ് കമ്മീഷൻ പെയ്ഡ് ടു GG 2x ഇൻ ദ ഫോം ഓഫ് GG കോയിൻ. അപ്പൊ കച്ചവടക്കാര് കമ്പനിക്ക് നൽകുന്ന വിഹിതത്തിന്റെ ഇരട്ടി GG കോയിൻ അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കിട്ടും. അത് അവർക്ക് റിയൽ ക്യാഷ് ആയിട്ട് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വൗച്ചർ സിസ്റ്റം ഒരു സ്ഥാപനത്തിന് ക്രിയേറ്റ് ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ അത് ഈ സംവിധാനത്തിൽ കൂടി ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ വൗച്ചറുകൾ സൃഷ്ടിക്കാൻ കഴിയും. യുപോസിന്റെ വില നമ്മൾ വരുന്ന സമയത്തൊക്കെ 51,000 ആയിരുന്നു, പിന്നീട് 54,000 ആയി. ഇപ്പോഴത് 63 കഴിഞ്ഞു, ഇപ്പൊ 72 നിൽക്കുക. അപ്പൊ 72,000 രൂപ മുടക്കുന്ന ഒരാളിനാണ് ഈ ഡിജിറ്റൽ മാൾ മേടിക്കാൻ കഴിയുന്നത്. ഈ ഡിജിറ്റൽ മാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 കോടിയിലധികം പ്രോഡക്റ്റുകളും സർവീസുകളും അതിനകത്ത് തന്നെ ഉണ്ട്. ഓരോ കസ്റ്റമറിനും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കച്ചവടക്കാർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. അപ്പോൾ 2 സെഗ്മെന്റുകളാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയത്. ചുരുക്കി പറയാം, അതിന് ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് അവരുടെ സ്വന്തം ചെലവുകൾ മുഴുവനും ഈ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ ചെയ്യാൻ കഴിയും. അവ കാലക്രമേണ ഘട്ടം ഘട്ടമായി ക്യാഷായി മാറും. രണ്ടാമത് പറഞ്ഞത് കച്ചവടക്കാരെ കുറിച്ചാണ്. കച്ചവടക്കാർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭ്യമാക്കി കൊടുക്കും. അങ്ങനെ അവർക്ക് കൂടുതൽ വരുമാനം ലഭ്യമാവുകയും ചെയ്യും. അതിനും ഗ്ലോബൽ ഗാർഡൻ സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ബ്രഹ്മാസ്ത്രമാണ്. എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രമാണ്. അപ്പൊ അത് കൂടുതലും കച്ചവടക്കാർക്ക് തന്നെയാണ് അത് ഉപയോഗപ്പെടുന്നത്. ആ ഒരു ഡിജിറ്റൽ മാൾ മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചു 126-ലധികം ഓൺലൈൻ വെബ്സൈറ്റുകൾ കസ്റ്റമർ ആപ്ലിക്കേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാളിനകത്തും 126 ഓൺലൈൻ വെബ്സൈറ്റുകളും ഡിസ്പ്ലേ ആവും. അതുപോലെ മെഗാ ബ്രാൻഡുകളും ഉണ്ട്. 36,000-ലധികം ബ്രാൻഡുകൾ അതിനകത്ത് കാണാം. ലോക്കൽ ഷോപ്പുകൾ 36 ലക്ഷം ലോക്കൽ ഷോപ്പുകൾ ഉണ്ടെങ്കിലും ഇതുവരെ എത്തിച്ചേർന്നത് ഏകദേശം 50,000 അടുപ്പിച്ചാണ്. അപ്പൊ ബാക്കിയുള്ളവരും കൂടി ഇതിനകത്തേക്ക് ക്രമേണ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു എങ്ങനെയാണ് വരുമാനം തരുന്നത് എന്നുള്ളത്. GG രജിസ്റ്റർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗപ്പെടുത്തുന്നു, അവിടുന്ന് ബില്ല് അപ്ലോഡ് ചെയ്യുന്നു, കമ്പനി അതിനെ കച്ചവടക്കാരിലേക്ക് അയച്ചു കൊടുത്തിട്ട് കച്ചവടക്കാരൻ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ക്യാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് ഡിജിറ്റൽ മാൾ എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. സ്ക്രീനിൽ കാണുന്നൊന്ന് വായിച്ചു നോക്കിയോ. ഗ്ലോബൽ ഗാർഡിലെ മൂന്നാമത്തെ സെഗ്മെന്റ് ആണ്. ഗ്ലോബൽ ഗാർഡിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ആപ്ലിക്കേഷൻ, അത് നമ്മൾ പരിചയപ്പെടുത്തും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കച്ചവടക്കാർക്കുള്ള വെണ്ടർ ആപ്ലിക്കേഷൻ. ആ 2 ആപ്ലിക്കേഷനും പേയ്മെന്റുകളൊന്നുമില്ല, ഫ്രീ ആണ്. കസ്റ്റമറിനുള്ള ആപ്ലിക്കേഷനും ഫ്രീ ആണ്, കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷനും ഫ്രീ ആണ്. ഇപ്പൊ കച്ചവടക്കാർക്ക് 2 ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, കാരണം അവരും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പൊ ഈ 2 ആപ്ലിക്കേഷനും ഫ്രീ ആണ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ഗ്ലോബൽ ഗാർഡിലുള്ള മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇല്ല. വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു.
ഈ ആപ്ലിക്കേഷന്റെ പേര് യുപോസ് എന്നാണ്, യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽ എന്നാണ്. ഇതിനകത്ത് തന്നെ എല്ലാ ബ്രാൻഡുകളായിട്ടുള്ള എല്ലാ സ്റ്റോറുകളും ഇൻക്ലൂഡഡ് ആണ്. എല്ലാ ഓൺലൈൻ സൈറ്റുകളും ഈ യുപോസ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് 36,000 ബ്രാൻഡുകൾ നേരത്തെ സൂചിപ്പിച്ചു, 126 ഓൺലൈൻ വെബ്സൈറ്റുകളെ കുറിച്ച് സൂചിപ്പിച്ചു, 50,000-ലധികം ലോക്കൽ ഷോപ്പുകളെ കുറിച്ച് സൂചിപ്പിച്ചു, 20 കോടിയിലധികം പ്രോഡക്റ്റുകളും സർവീസുകളും സൂചിപ്പിച്ചു. ഇതെല്ലാം ഈ ഡിജിറ്റൽ മാളിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കമ്പനി അതിനെല്ലാം ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ താല്പര്യമുള്ളവര്, സീരിയസ് ആയി ഈ ബിസിനസ്സിലൂടെ വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവര് കൈക്കലാക്കേണ്ടത്. അപ്പൊ അതിന് ഈ മാസം കൂടി 72,000 രൂപ പ്ലസ് GST ആണ്. അടുത്ത മാസം മുതൽ അതിന്റെ വില കൂടുകയാണ്. കാരണം തുടക്കത്തിലുണ്ടായിരുന്ന യുപോസിലെ പിന്നെ ബ്രാൻഡുകളല്ല ഇപ്പോഴുള്ളത്, അതിനേക്കാളും കൂടുതൽ ബ്രാൻഡുകൾ ഇപ്പോഴും വന്നു കഴിഞ്ഞു. നേരത്തെ ഉള്ളതിനേക്കാൾ ഒരുപാട് പുതിയ പുതിയ ഫെസിലിറ്റീസ് വരുന്നു. ഇനി അങ്ങോട്ട് പോകുന്നതോറും വീണ്ടും വീണ്ടും കൂടുതൽ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് കഴിയുന്നത് നേരത്തെ മേടിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഈ ഡിജിറ്റൽ മാൾ സ്വന്തമാക്കാൻ കഴിയും. അപ്പൊ തുടക്കത്തിൽ 51,000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ കമ്പനി ഈ ഡിജിറ്റൽ മാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തൊക്കെ. അടുത്ത മാസത്തോടു കൂടി അത് 90,000 പ്ലസ് GST, അതായത് 1 ലക്ഷം കഴിയാൻ പോകും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ആവശ്യക്കാര് ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുത്താൽ മതിയാവും. എന്താണ് യുപോസ് കൊണ്ടുള്ള നേട്ടം? ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് എലിമിനേറ്റ്സ് യുവർ കോമ്പറ്റീഷൻ. ഒരു ഉദാഹരണം, ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം മെഡിക്കൽ സ്റ്റോറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കരുതുക, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ് പറയാം. ഒരു കച്ചവടക്കാരൻ, മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു കച്ചവടക്കാരൻ, അപ്പൊ അദ്ദേഹത്തിനോട് ഒരു കസ്റ്റമർ വന്ന് ഇന്ന ബ്രാൻഡിന്റെ മൊബൈൽ വേണമെന്ന് പറയും. അപ്പൊ അദ്ദേഹം ആ മൊബൈല് അവിടെ അവൈലബിൾ ആണെന്നും അതിന്റെ വില ഇത്രയാണെന്നും പറയും. അപ്പൊ ആ കസ്റ്റമർ പറയുന്നു, ഇതിനേക്കാളും വില കുറവാണ് ആമസോണിൽ, അല്ല ഇതിനേക്കാളും വില കുറവാണ് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പേര് പറയും, അല്ല ഇതിനേക്കാളും വില കുറവാണ് ഇന്ന ഷോപ്പിൽ നിന്ന് മേടിക്കുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്കും ഡിജിറ്റൽ മാളുള്ള വ്യക്തിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഡിജിറ്റൽ മാൾ ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ ആ കസ്റ്റമറിന് അവിടെ നഷ്ടപ്പെടുകയാണ്. ഉദാഹരണത്തിന് മൊബൈലിന്റെ വില 27,000 രൂപയാണെന്ന് കരുതുക ആ ഷോപ്പുകാരൻ. ആമസോണിൽ അത് 25,000 രൂപയ്ക്ക് കിട്ടും. കസ്റ്റമർ ഈ ഷോപ്പുകാരിൽ നിന്ന് മേടിക്കുമോ ആമസോണിൽ നിന്ന് മേടിക്കും? ഒന്ന് റിപ്ലൈ ചെയ്യാമോ എല്ലാവരും? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. 27,000 രൂപ ആ ഷോപ്പിലെ മൊബൈലിന്റെ വിലയും ആമസോണിൽ 25,000 രൂപയാണെങ്കിൽ കസ്റ്റമർ ആമസോണിൽ നിന്ന് മേടിക്കോ ഷോപ്പിൽ നിന്ന് മേടിക്കോ? രണ്ടുപേര് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ആമസോൺ ആണെന്ന് പറയുന്നു. 3 പേര് റിപ്ലൈ ചെയ്തു ആമസോൺ ആണെന്ന് പറയുന്നു. നമ്മളായിട്ട് തന്നെ ചിന്തിക്കുക. നമ്മളൊരു ഷോപ്പിൽ പോയി സാധനം മൊബൈൽ മേടിക്കാൻ നോക്കിയപ്പോൾ അവിടെ 27,000 രൂപ. നമ്മൾ ആമസോണിലല്ലാതെ മൊബൈലൊന്ന് അടിച്ചു നോക്കിയപ്പോഴത്തേക്കും അതേ ഫോൺ തന്നെ, അതേ മൊബൈൽ തന്നെ ആമസോണിൽ 25,000 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പൊ 2,000 രൂപ ആമസോണിൽ നിന്ന് മേടിച്ചാൽ ലാഭമാണ്. സ്വാഭാവികമായിട്ടും ആ കച്ചവടക്കാരൻ എന്ത് ചെയ്യും? ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ആവും. ആ കച്ചവടക്കാരന് നഷ്ടമായില്ലേ ഒരു കച്ചവടം. എന്നാൽ ഡിജിറ്റൽ മാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം, നിങ്ങൾക്ക് ഇവിടെ 27,000-ത്തിനാണ് വില, നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് 25,000-ത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി തരാം. കാരണം യുപോസിനകത്ത് ആമസോൺ ഉണ്ട്. സാറിന്റെ മൈക്ക് ഓൺ ആണ്, അത് ഓഫ് ചെയ്യുക. കേൾക്കുന്നത് ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആമസോൺ ഈ യുപോസിനകത്ത് ഉള്ളത് കൊണ്ട് ആ കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നില്ല? ആ മൊബൈലിന്റെ കച്ചവടം നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതാണ് പറയുന്നത് എലിമിനേറ്റ്സ് യുവർ കോമ്പറ്റീഷൻ.
നിങ്ങൾക്ക് ഒരു എതിരാളിയായിട്ട് ആമസോൺ മാറില്ല. കാരണം ആമസോൺ നമ്മുടെ ഡിജിറ്റൽ മാളിനകത്ത് ഉള്ളത് കൊണ്ട് നമുക്കത് നേട്ടമായി. അപ്പോൾ അയാൾ പറയുന്നത് ആമസോണിനേക്കാളും വില കുറച്ചാണ് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ആ മൊബൈൽ കണ്ടത്. അവിടെ 22 രൂപയേ ഉള്ളൂ, 22,000 രൂപയെ കിട്ടും. അപ്പം ഇദ്ദേഹം ഡിജിറ്റൽ മാൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ കച്ചവടം അവിടെ നഷ്ടപ്പെടുകയാണ്. ഇദ്ദേഹത്തിനേക്കാളും വില കുറവാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എങ്കിൽ കസ്റ്റമർ ആമസോണിലേക്കോ ഫ്ലിപ്കാർട്ടിലോട്ടോ മാറിപ്പോകും. എന്നാൽ ഡിജിറ്റൽ മാൾ ഉണ്ട് എന്നുള്ള കാരണത്താൽ ഇദ്ദേഹത്തിന്റെ എതിരാളികളായി ഈ നിൽക്കുന്ന ആമസോണുകാരും ഫ്ലിപ്കാർട്ടുകാരും ഇദ്ദേഹത്തിന്റെ ഡിജിറ്റൽ മാൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എതിരാളിയായി മാറേണ്ടി വരുന്നില്ല. അവരുടെ പ്രോഡക്റ്റ് തന്നെ ഇദ്ദേഹത്തിന് ഡിജിറ്റൽ മാൾ വഴി കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കാം അതേ എമൗണ്ടിന് തന്നെ. അതുകൊണ്ടാണ് എലിമിനേറ്റ്സ് യുവർ കോമ്പറ്റീഷൻ എന്ന് ഡിജിറ്റൽ മാളിനെ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കാര്യം, ഡിജിറ്റൽ മാളിന്റെ രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈസ് യുവർ ഇൻകം പെർ യൂസർ. ഒരു ഡിജിറ്റൽ മാളോ ഉള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഓരോ കസ്റ്റമറിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഉദാഹരണത്തിന് രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഷോപ്പിൽ നിന്ന് ഒരു മൊബൈൽ മേടിച്ചു. ആ മൊബൈൽ മേടിച്ചത് കൊണ്ട് ആ മൊബൈലിന് എത്ര രൂപയാണോ പ്രോഫിറ്റ് ഉള്ളത് അത് മാത്രമാണ് ആ കച്ചവടക്കാരന് യഥാർത്ഥത്തിൽ രമേശിൽ നിന്ന് കിട്ടുന്നത്. ശരിയല്ലേ? ആ മൊബൈൽ ഷോപ്പുകാരന് രമേശ് എന്ന് പറയുന്ന കസ്റ്റമറിൽ നിന്ന് ആ മൊബൈൽ മേടിച്ചത് കൊണ്ട് എത്രയാണോ ലാഭം കിട്ടേണ്ടത് ആ ഒരു എമൗണ്ട് മാത്രമേ കിട്ടൂ. ഉദാഹരണത്തിന് 25,000 രൂപയുടെ മൊബൈലാണ്, അതിനൊരു 3,000 രൂപയാണ് ലാഭം ഉള്ളതെന്ന് കരുതുക. അപ്പൊ രമേശിൽ നിന്ന് ഈ കച്ചവടക്കാരന്, ഈ മൊബൈൽ ഷോപ്പുകാരന് കിട്ടുന്നത് എത്ര രൂപയാണ് ലാഭം? എത്ര രൂപയാണ് ലാഭം? ചാറ്റ് ബോക്സിലോ അൺമ്യൂട്ട് ചെയ്തോ പറയാം. 3,000 രൂപയാണ് ലാഭം അല്ലേ? വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഈ കസ്റ്റമറിൽ നിന്ന് ഇദ്ദേഹത്തിന് കിട്ടുമോ? ഈ മൊബൈൽ ഷോപ്പുകാരന് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്, അതായത് അഡീഷണൽ ആയിട്ട് എത്രയെങ്കിലും രൂപ ഈ കസ്റ്റമറിൽ നിന്ന് ആ മൊബൈൽ കടക്കാരന് കിട്ടുമോ? മൊബൈല് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് മൊബൈൽ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ആ മൊബൈലിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് 3,000 രൂപയാണ്. ഈ 3,000 രൂപ മാത്രമാണ് ഈ ഡിജിറ്റൽ മാൾ ഈ ഷോപ്പുകാരന് ആ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഈ കച്ചവടക്കാരൻ ഒരു ഡിജിറ്റൽ മാൾ ഉള്ള വ്യക്തിയാണെന്ന് കരുതുക. യുപോസ് എന്ന് പറയുന്ന ആ ഡിജിറ്റൽ മാൾ അദ്ദേഹം 72,000 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ കസ്റ്റമർ അദ്ദേഹത്തിൽ നിന്ന് മൊബൈൽ മേടിക്കുമ്പോൾ അദ്ദേഹത്തിന് 3,000 ലാഭം കിട്ടുന്നു. അതിന് പുറമെ ഈ കസ്റ്റമർ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ മാളിനകത്തുള്ള ഏതെങ്കിലും ഒരു സർവീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ കസ്റ്റമർ ആപ്ലിക്കേഷനിൽ കൂടി മൊബൈൽ മേടിച്ച് അദ്ദേഹം വീട്ടിൽ പോയതിനു ശേഷം അദ്ദേഹം കസ്റ്റമർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആമസോൺ ഇതിനകത്തുണ്ട്, ഫ്ലിപ്കാർട്ട് ഇതിനകത്തുണ്ട്, അപ്പോളോ ഫാർമസി ഉണ്ട്, കല്യാൺ ജ്വല്ലറി ഉണ്ട്, ജോയ് ആലിക്കാസ് ഉണ്ട്, ഇങ്ങനെ നിരവധി ബ്രാൻഡുകളുണ്ട്. മാത്രമല്ല ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്, വാട്ടർ ബിൽ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്, ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇൻഷുറൻസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നിരവധി സർവീസുകളും ഇതിനകത്തുണ്ട്. ഈ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഈ ആപ്ലിക്കേഷനിൽ കൂടി ചെയ്തു തുടങ്ങി. അത് ചെയ്യുമ്പോഴൊക്കെ ഈ ഡിജിറ്റൽ മാളിനകത്ത് വരുമാനം വരും. മനസ്സിലായോ? ഡിജിറ്റൽ മാൾ ഇല്ലായിരുന്നെങ്കിൽ ആ മൊബൈൽ മേടിച്ചതിന്റെ ലാഭം മാത്രമേ ഈ കച്ചവടക്കാരന് കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഡിജിറ്റൽ മാൾ ഉള്ളത് കൊണ്ട് ആ കസ്റ്റമർ ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ നിന്ന് മൊബൈൽ മേടിച്ചിട്ട് പോയി പിന്നെ ഈ ഷോപ്പിലേക്ക് തിരിച്ചു വന്നിട്ടേ ഇല്ല. പക്ഷെ ആ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ചെലവുകളും എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഈ ഡിജിറ്റൽ മാളിന്റെ ഓണർക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മൾട്ടിപ്ലൈസ് യുവർ ഇൻകം പെർ യൂസർ. എത്രത്തോളം യൂസർമാർ നമുക്കുണ്ടോ, എത്രത്തോളം കസ്റ്റമേഴ്സ് നമ്മുടെ സ്ഥാപനത്തിലുണ്ടോ, അവരിൽ നിന്നെല്ലാം വരുമാനം മൾട്ടിപ്പിൾ ആക്കി മാറ്റാൻ
ഈ ഡിജിറ്റൽ മാള് സഹായിക്കും. നമ്മൾ അവരോട് വേറെ ഒന്നും പറയുന്നില്ല. അവരുടെ മൊബൈല് നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിച്ചു, നമ്മളൊരു ഗ്ലോബൽ കാറിന്റെ വെണ്ടർ ആയതുകൊണ്ട് ആ കസ്റ്റമറിന് അത് 100% തിരിച്ചു കിട്ടും. അപ്പൊ അതിന് പുറമെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്, ഇദ്ദേഹം ഈ ഷോപ്പിലേക്ക് പിന്നീട് ഒരിക്കലും വന്നില്ലെങ്കിൽ പോലും അതേ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ ഡിജിറ്റൽ മാളിന്റെ ഓണർക്ക് വരുമാനം കിട്ടും. അതായത് ഈ മൊബൈൽ ഷോപ്പുകാരൻ 72,000 മുടക്കി ഈ സോഫ്റ്റ്വെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ കസ്റ്റമറിൽ നിന്നും ആ വ്യക്തികൾ അവരുടെ വീട്ടിലേക്ക് ചെയ്യുന്ന ചെലവുകളുടെയൊക്കെ ഒരു നിശ്ചിത ശതമാനം ഈ ഡിജിറ്റൽ മാളിനകത്ത് വരുമാനമായിട്ട് വരും. ഇതാണ് ഒരു ഡിജിറ്റൽ മാൾ ഉണ്ടെങ്കിൽ ആ ഡിജിറ്റൽ മാളിന്റെ ഓണർക്കുള്ള പ്രധാനപ്പെട്ട നേട്ടം, പ്രത്യേകിച്ച് കച്ചവടക്കാർ. എന്നാൽ ഇതേ ഡിജിറ്റൽ മാളിൽ നിന്ന് ഒരു കസ്റ്റമറിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒരു ഡിജിറ്റൽ മാൾ ഇവിടെ സ്വന്തമായിട്ട് ആ ഷോപ്പിൽ, മൊബൈൽ ഷോപ്പിലുണ്ട്. ആ മൊബൈൽ ഷോപ്പിൽ നിന്ന് കണക്ട് ആവുന്ന ഓരോ കസ്റ്റമറിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണ്? അതായത് നമ്മുടെ നാട്ടിലൊരു ഡിജിറ്റൽ മാൾ ഉണ്ടെങ്കിൽ നമ്മളാകുന്ന കസ്റ്റമർക്ക് ആ ഡിജിറ്റൽ മാൾ കൊണ്ട് എന്തൊക്കെയാണ് നേട്ടം? ഒന്ന്, ഫ്രീ അസിസ്റ്റന്റ് ആൻഡ് സിംഗിൾ പോയിന്റ് ഓഫ് സെയിൽസ്. സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ അലഞ്ഞിരിഞ്ഞ് പല കടകളിൽ നിന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഈ കടയിൽ മൊബൈലിന്റെ വില ഇത്ര, അടുത്ത മൊബൈൽ എത്രയായിരിക്കും, അതിന്റെ അടുത്ത മൊബൈൽ എത്രയായിരിക്കും, ആമസോണിൽ എത്രയായിരിക്കും, ഫ്ലിപ്കാർട്ടിൽ എത്രയായിരിക്കും, ഇങ്ങനെ നമ്മളാകുന്ന കസ്റ്റമർ എന്ത് ചെയ്യും? അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. എന്നിട്ട് അവസാനം ഏറ്റവും വില കുറഞ്ഞ എവിടെയാണെന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കസ്റ്റമർ ആപ്ലിക്കേഷനും ഡിജിറ്റൽ മാൾ. അപ്പൊ ഈ ഡിജിറ്റൽ മാളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമർക്ക് എല്ലാം അതിനകത്ത് നിന്ന് തന്നെ തിരഞ്ഞെടുക്കാം. മാത്രമല്ല ഫ്രീ അസിസ്റ്റന്റ് കിട്ടും. ഈ ഡിജിറ്റൽ മാളിന്റെ ഓണർ ഫിസിക്കലായിട്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കും. അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു കൊടുക്കാം, എന്റെ ഷോപ്പിൽ ഇത്ര രൂപയാണ്, ആമസോണിൽ മൊബൈലിന് ഇത്രയാണ്, ഫ്ലിപ്കാർട്ടിൽ ഇത്രയാണ്, പിന്നെ അപ്പുറത്തെ ലോക്കൽ ഷോപ്പിൽ ഇത്രയാണ്, നിങ്ങൾക്ക് ഇതിന് ഏത് വേണം? ആ യുപോസ് ഓണർക്ക് തന്നെ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ കസ്റ്റമർക്ക് ഫ്രീ അസിസ്റ്റന്റ് കിട്ടി, സിംഗിൾ പോയിന്റ് ഓഫ് സെയിൽസും കിട്ടി. ഇതാണ് കസ്റ്റമറിനുള്ള ഒരു നേട്ടം. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് 100% ക്യാഷ് ബാക്ക് ഇൻ ദ ഫോം ഓഫ് GG കോയിൻസ് ബൈ ഡിഫാൾട്ട്. നമ്മളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ ആ പർച്ചേസ് എമൗണ്ടിന് തുല്യമായ GG കോയിൻ ഗ്യാരണ്ടി ആയിട്ട് അദ്ദേഹത്തിന്റെ ആപ്പിലേക്ക് വരും. മൂന്നാമത്തത് ഓട്ടോമാറ്റിക് റിയൽ മണി ക്യാഷ് ബാക്ക്. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് 2% മുതൽ 100% വരെ ക്യാഷ് ബാക്ക് ലഭ്യമാക്കാൻ കഴിയും. ഏണിംഗ് അപ് ടു ₹1 crore ഓൺ ജസ്റ്റ് 6 റെഫറൽസ്. എത്ര വ്യക്തികളെ വേണമെങ്കിലും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് റെഫർ ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ നമ്മളിലൂടെ റെഫർ ചെയ്യാം. എന്നാൽ അതിൽ മിനിമം ഒരു 6 പേരെങ്കിലും നമ്മളോടൊപ്പം പങ്കാളികളായി വരുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ നമുക്ക് 1 കോടി രൂപ വരെ ഒരു 10,000-ൽ നിന്ന് നേടുവാനുള്ള അവസരം ഗ്ലോബൽ കാർഡിൽ. ഓരോ വ്യക്തിയുടെയും ചെലവുകളൊന്ന് നോക്കുകയാണ്. പെർ യൂസർ പൊട്ടൻഷ്യൽ, ഒരു കസ്റ്റമറിൽ നിന്ന് ഈ ഡിജിറ്റൽ മാളിലേക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക, ഗ്രോസറിക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ എത്ര രൂപ ചെലവാക്കേണ്ടി വരുന്നു? മാസ ചെലവാണ്. ഒരു മാസം നമ്മുടെ വീട്ടില് ഗ്രോസറി മേടിക്കാൻ എത്ര രൂപ ചെലവായി? ശരാശരി ഒരു 5,000 രൂപയെങ്കിലും ചെലവാക്കേണ്ടി വരും. എല്ലാ ഭവനത്തിലും ആവറേജ് ഒരു 5,000 രൂപയുടെ ഗ്രോസറി ചെലവ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വാഹനം ഉണ്ടെങ്കിൽ വാഹനങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കാൻ വേണ്ടി മിനിമം ഒരു 1,000 രൂപയുടെ ചിലവെങ്കിലും വരാം. പെട്രോൾ അടിക്കുന്നതായിക്കോട്ടെ, വണ്ടിയുടെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ക്ലിയർ ചെയ്യുന്നതായിക്കോട്ടെ, അതിന്റെ സർവീസിന് കൊടുക്കുന്നതായിക്കോട്ടെ, അതെല്ലാം കൂടി ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു 1,000 രൂപയുടെ ചിലവെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാവും. മെഡിസിൻ, വീട്ടിൽ ആരെങ്കിലും രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻ മേടിക്കാൻ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് 2,000 രൂപയെങ്കിലും വേണ്ടിവരും. എന്റർടൈൻമെന്റ്, നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുന്നു. അപ്പൊ അതിനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴേക്കും ടിക്കറ്റിന് 200 വെച്ച് 5 അങ്ങനെയുള്ള ഒരു കുടുംബമാണെങ്കിൽ 200 × 5 1,000 രൂപ ഗ്യാരണ്ടി ആയിട്ട് അവിടെ ചിലവാകും. അതുപോലെ തന്നെ ബേബി കെയർ,
കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനൊക്കെ മിനിമം ഒരു 500 രൂപ ചിലവാകാം. തുണിത്തരങ്ങൾ, ഡ്രസ്സുകൾ ചിലർ എല്ലാ മാസവും എടുക്കുന്നവരുണ്ടാവും. ചിലർ കല്യാണമോ പാലുകാച്ചോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുന്നവരുണ്ടാവും. ചിലർ പീരിയോഡിക്കലി എടുക്കുന്നവരുണ്ടാവും. അപ്പൊ ആവറേജ് നമുക്കൊരു 1000 രൂപ ക്ലോത്തിങ്ങിന് വേണ്ടി ചിലവാകുമെന്ന് മനസ്സിലാക്കാം. അതുപോലെ സലൂൺ ആൻഡ് കോസ്മെറ്റിക്സ്, മുടി കട്ട് ചെയ്യുന്നതിനും ഷേവിങ്ങിനും ഒക്കെ നമ്മൾ പൈസ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ലേഡീസ് ആണെങ്കിൽ അവരുടെ മേക്കപ്പുമായി ബന്ധപ്പെട്ടും മുടികളൊക്കെ പ്രത്യേക സ്റ്റൈലിലൊക്കെ ആക്കുന്നതിന് വേണ്ടിയും അവിടെയും ചിലവുണ്ട്. ഒരു ആവറേജ് ആ ഫാമിലിയിലുള്ള എല്ലാവർക്കുമായിട്ട് ഒരു 1500 രൂപ ചിലവുണ്ടെന്ന് സങ്കല്പിക്കാം. അതുപോലെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ടി നമ്മൾ യോഗ ക്ലാസ്സിലോ ജിമ്മിലോ ഫിറ്റ്നസ് സെന്ററുകളിലോ ഒക്കെ പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും വെൽനസ് പ്രോഡക്റ്റുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനും ഒരു ചിലവുണ്ടാവും. ആവറേജ് 500 രൂപ അതിനും കണക്കാക്കും. ട്രാവലുമായി ബന്ധപ്പെട്ട് 2000 രൂപ. നമ്മൾ ജോലിക്ക് പോകുന്നത് അല്പം ദൂരെയൊക്കെ ആണെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിലോ ഒക്കെ പോവുകയാണെങ്കിൽ അതിനുള്ള എക്സ്പെൻസ് ഒരു ആവറേജ് 2000 രൂപ ഒരു മാസ ചിലവായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ സ്റ്റേഷനറി, കുട്ടികൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ബുക്ക്, പേന, പെൻസില്, ബാഗ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കും ഇതുപോലെ സ്റ്റേഷനറി ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് ഒരു 500 രൂപ എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാം. കൊച്ചുകുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവർക്ക് കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയും ചിലപ്പം നമുക്ക് ചിലവുകൾ ഉണ്ടാവും. അതും ഒരു 500 കണക്കാക്കും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് ഫാമിലി ആയിട്ടൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു 2000 രൂപയുടെ ചിലവ് കണക്കാക്കും. ഈ ചിലവുകളെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ളതല്ലേ? യെസ് ഓർ നോ? ചിലർക്ക് ചില ഐറ്റംസ് കാണില്ല. എന്നാൽ ആവറേജ് നോക്കിയാൽ ഇതിലൊരു 80-85% എല്ലാവർക്കുമുള്ള ചിലവുകളാണ്. ശരിയല്ലേ? ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര രൂപ വരും? ഒന്ന് കൂട്ടി നോക്കാമോ? 17,500. 17,500 ആണോ? 22,500 അല്ലേ? സോറി, ശരിയാ. അപ്പൊ ഒരു ആവറേജ് ഫാമിലിയുടെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 22,500. ഇത് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കാം. ഇപ്പൊ ടൗണിലുള്ള എക്സ്പെൻസ് ആയിരിക്കണമെന്നില്ല നമ്മൾ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരുടെ എക്സ്പെൻസ്. അപ്പൊ അവിടെ ടൗണിലുള്ളവർക്ക് 20,000-30,000 രൂപയൊക്കെ ചിലവ് വരുമ്പോൾ ചിലപ്പം ഗ്രാമപ്രദേശത്ത് ഒരു 10,000, 15,000 ആ റേഞ്ചിലൊക്കെ ആയിരിക്കാം. എന്നാൽ ആവറേജ് ഒരു കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന അനുസരിച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 22,500 രൂപയുടെ മന്ത്ലി എക്സ്പെൻസ് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും, ഒരു കസ്റ്റമർക്ക് ഉണ്ടാവാം. ഇത് ഡിജിറ്റൽ മാളിൽ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന വരുമാനം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ മാസ എക്സ്പെൻസിന് പുറമെ ഇയർലി എക്സ്പെൻസും കൂടി നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മിസ്ലേനിയസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ്, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ അല്ലെങ്കിൽ മറ്റ് ചെലവുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,00,000 രൂപ ഒരു വർഷം നമുക്ക് ചെലവാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു കല്യാണം, മാസം തോറും 2-3 കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പൈസ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ആ ഒരു എക്സ്പെൻസ്, അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള വേറെ ചെലവുകൾ, അത് ഒരു വർഷം മൊത്തം എല്ലാ മാസമുള്ള ചെലവുകളല്ല, എന്നാൽ ഒരു വർഷത്തേക്ക് മൊത്തം എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ധാരാളം ചെലവ്, അത് ഏകദേശം 1,00,000 രൂപ കണക്കാക്കും. അതുപോലെ ഹോളിഡേ ടൂർ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് അയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ആഴ്ചയിലിരിക്കുകയോ മാസത്തിലിരിക്കുകയോ 15 ദിവസത്തിലിരിക്കുകയോ ഒക്കെ ഫാമിലിയോടുകൂടി നമ്മൾ യാത്രകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊരു 25,000 കണക്കാക്കാം. ചെയ്യാത്തവരും ഉണ്ട്, കോമൺ ആയിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പെൻസ് 25,000 കണക്കാക്കുന്നു. അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നത് മൊബൈൽ ആവാം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാവാം. ഒരു വർഷം എന്തായാലും ഒരു 10,000 രൂപയുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ചിലവ് നമുക്കുണ്ടാവാം.
അതുപോലെ തന്നെ ഗിഫ്റ്റ് നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനും ഒരു 50,000 രൂപയുടെയൊക്കെ ചിലവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ആവറേജ്. ഇതൊക്കെ ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിലൂടെ വരുന്നതാണ്. ഹൗസ് മെയിൻ്റനൻസ്, വീടിന്റെ മെയിൻ്റനൻസ്, ചിലപ്പോൾ വേലക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നു അതിനുവേണ്ടി നമ്മൾ മേടിക്കുന്ന എക്സ്പെൻസുകൾ, അപ്പൊ അതും ഏകദേശം ഒരു 20,000 ഉണ്ടെന്ന് സങ്കല്പിക്കും. അത് കഴിഞ്ഞ് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേയോ മകളുടെയോ മകന്റെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷം, അതുമായി ബന്ധപ്പെട്ട് ഒരു 20,000 രൂപ കണക്കാക്കും. ഇതൊക്കെ വാർഷിക ചെലവുകളിൽ ഉണ്ട് എന്ന് കണക്കാക്കാം. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഇൻഷുറൻസ്, അത് നമ്മൾ നേരത്തെ മന്ത്ലി എക്സ്പെൻസിൽ കൂട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ചിലപ്പോൾ മന്ത്ലി അടയ്ക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് മന്ത് ആയിട്ടോ ഒരു വർഷമായിട്ടോ ഒക്കെ അടയ്ക്കാം. അപ്പൊ അത് ഏകദേശം 50,000 രൂപ. വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 50,000 രൂപ അതും കണക്കാക്കാം. അതുപോലെ തന്നെ ഗോൾഡ് മേടിക്കാറുണ്ട് നമ്മൾ. അപ്പൊ ഈ ഗോൾഡ് മേടിക്കുന്നത് വർഷത്തില് എല്ലാ ദിവസവും ചെയ്യുന്നതല്ല, എല്ലാ മാസവും ചെയ്യുന്ന കാര്യമല്ല, ഇടയ്ക്കൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വിശേഷങ്ങൾ വരുമ്പോഴായിരിക്കാം. ആവറേജ് ഇത് ഒരു 50,000 രൂപ കണക്കാക്കും. അത് ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവാം? ഹൗസ് മെയിൻ്റനൻസ് പറഞ്ഞല്ലോ അല്ലേ, വീടിന്റെ മെയിൻ്റനൻസ് പറഞ്ഞു. ഏകദേശം എത്ര രൂപയുടെ വാർഷിക ചെലവാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് മാസ ചെലവാണ്. ഇപ്പം പറഞ്ഞത് അതിന് പുറമേയുള്ള അഡീഷണൽ ആയിട്ടുള്ള വാർഷിക ചെലവുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാവാം. അങ്ങനെ മൊത്തത്തിൽ ഒരു വർഷത്തേക്കുള്ള ചെലവ് ഏകദേശം 3,25,000 രൂപ ആകാവുന്നതാണ്. ഇയർലി എക്സ്പെൻസ്. നേരത്തെ മന്ത്ലി എക്സ്പെൻസ് നമ്മൾ കണ്ടു, ഇതിപ്പം ഇയർലി എക്സ്പെൻസ്. അപ്പൊ ഈ മന്ത്ലി എക്സ്പെൻസും ഈ ഇയർലി എക്സ്പെൻസും കൂടി ആഡ് ചെയ്ത് നമ്മളൊരു ആവറേജ് കണക്കിൽ എത്തുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചെലവെന്ന് പറയുന്നത്, ഒരു കസ്റ്റമറിന് ഉണ്ടാകുന്ന ചെലവെന്ന് പറയുന്നത് ഈ കാണുന്ന എമൗണ്ട്. വാർഷിക ചെലവിനെ 12 ഡിവൈഡ് ചെയ്തു. അതിനോടൊപ്പം നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിരുന്ന മാസ ചെലവും കൂടി കൂട്ടി. അപ്പോൾ ഒരു മാസത്തെ ആവറേജ് ചെലവെന്ന് പറയുന്നത് 49,500 രൂപയാണ് ഒരു നല്ലൊരു നിലവാരമുള്ള ഒരു ഫാമിലിക്ക് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ആവറേജ് ഈ ഒരു എമൗണ്ട് എല്ലാ വ്യക്തികൾക്കും ചെലവുണ്ടാകുന്നതാണ്. ഇതും നമ്മൾ താമസിക്കുന്ന സാഹചര്യത്തിന്, നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരത്തിനും വസ്ത്രത്തിനും അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ 49,000 രൂപ ഒരു ഡിജിറ്റൽ മാള് വഴി ഒരു കസ്റ്റമർ അദ്ദേഹത്തിന്റെ മുഴുവൻ ചെലവുകളും ചെയ്യുമ്പോൾ ആ ഡിജിറ്റൽ മാളിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ആവറേജ് 3.5% ആണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാളിലേക്ക് ഇതുപോലുള്ള ഒരു കസ്റ്റമറിനെ കണക്ട് ചെയ്താൽ ആ ഡിജിറ്റൽ മാളിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 1,800 രൂപയാണ് മിനിമം. ഒരു കസ്റ്റമറിലൂടെ ഒരു ഡിജിറ്റൽ മാളിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മിനിമം 1,800 രൂപയാണ് ഈ പറഞ്ഞ എക്സ്പെൻസുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വൈപോസിന്റെ വിലയെ കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിലയെ ഇപ്പോഴും നിലവിലുള്ളൂ. ഏകദേശം 72,000 രൂപയും അതിന്റെ 18% GSTയും ചേർന്നതാണ് ഒരു യുപോസിന്റെ ചെലവ്. ഇത് ഒരു ചെലവല്ല എന്നുള്ളത് നമുക്ക് വലതുവശത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ, 72,000 പ്ലസ് GST ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് വേറെ സംഭവം എഴുതിയിട്ടുണ്ട്, ഗെറ്റ്സ് 700 മൂവി വൗച്ചർ ഓർ സൊമാറ്റോ വൗച്ചർ ഓർ GG മാൾ വൗച്ചേഴ്സ് എക്സെട്ര ഓഫ് ₹100 ഈച്ച്. ഒരു ഡിജിറ്റൽ മാൾ 72,000 രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ 100 രൂപയ്ക്കുള്ള 700 വൗച്ചറുകൾ കമ്പനി നമുക്ക് തരുന്നു. അപ്പോൾ ഡിജിറ്റൽ മാളിന്റെ വില എത്രയായി? 100 രൂപ വിലയുള്ള 700 മൂവി വൗച്ചർ അല്ലെങ്കിൽ സൊമാറ്റോ ഏതെങ്കിലും കമ്പനിക്ക് ഇഷ്ടമുള്ള ഒരു വൗച്ചറാണ് തരുന്നത്. എത്ര രൂപയാണ്? 700 × 100 ആയാൽ എമൗണ്ട് 70,000. നമ്മൾ മുടക്കി 72,000, നമുക്ക് 70,000 രൂപയുടെ വൗച്ചർ കമ്പനി തിരിച്ചു തരും. മനസ്സിലായോ?
നഷ്ടമാണോ ഒരു ഡിജിറ്റൽ മാൾ മേടിക്കുന്നത് കൊണ്ട്? ഇല്ല. ആ ഡിജിറ്റൽ മാളിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ 72,000 രൂപ മുടക്കി ആ സോഫ്റ്റ്വെയറിങ് മേടിച്ചു. ആ സോഫ്റ്റ്വെയർ മേടിച്ചപ്പോൾ കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് 700 വൗച്ചറാണ്, 100 രൂപയ്ക്കുള്ള. അപ്പോൾ 70,000 രൂപയുടെ വൗച്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വൗച്ചർ ഉപയോഗിച്ച് നമ്മൾ സിനിമ കാണുകയോ ഫുഡ് മേടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ മേടിക്കുകയോ ചെയ്യുമ്പോൾ ആ 100 രൂപ നമുക്ക് സേവിംഗ് ആയി മാറും. അതിനല്ല കമ്പനി തരുന്നത്. കമ്പനി തരുന്നതിന്റെ ഉദ്ദേശം ഈ വൗച്ചറുകൾ നിങ്ങൾ 700 വ്യക്തികൾക്ക് കൊടുത്ത് അത് ഉപയോഗപ്പെടുത്തുക. 700 വ്യക്തികൾക്ക് ഈ ഓരോ വൗച്ചർ വീതം 700 വ്യക്തികളിലേക്ക് കൊടുത്ത് അവരെ കസ്റ്റമറാക്കി മാറ്റുക. അങ്ങനെ കസ്റ്റമറാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ 700 വ്യക്തികളും ഈ ഡിജിറ്റൽ മാളിലൂടെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ ആപ്ലിക്കേഷനിലൂടെ അവരുടെ വീട്ടിലെ എല്ലാ ചെലവുകളും ചെയ്യുമ്പോൾ ഏകദേശം 49,500 രൂപയുടെ ചെലവ് ചെയ്യുന്ന വ്യക്തിയാണ് ഇത് എങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് 1,800 രൂപ ലഭിക്കുമ്പോൾ 700 പേരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 700 പേർക്കും ഇതേ ചെലവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയായി? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? നിങ്ങൾ ഈ വൗച്ചർ കൊടുത്ത ഗ്ലോബൽ കാറിന്റെ ഡിജിറ്റൽ മാൾ മേടിച്ചപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ ഈ 700 വൗച്ചറും 700 വ്യക്തികൾക്ക് കൊടുക്കുകയും അവരുടെ വീട്ടിലെ സർവീസുകൾ ചെയ്തു തുടങ്ങുകയും ചെയ്യുമ്പോൾ 1,800 രൂപയാണ് ഡിജിറ്റൽ മാളിൽ വരുമാനം കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയായി മാറും? കാൽക്കുലേറ്റർ ഉള്ളവർ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് പറയാം. 12,60,000. 12 ലക്ഷമുള്ള 2,60,000. 700 into 700 into 1,800 1,800. 12,60,000. 12,60,000. 12,60,000 അല്ലേ? അതെ. നമ്മുടെ ഡിജിറ്റൽ മാളിന്റെ വില എത്രയായിരുന്നു? 72,000. നമുക്ക് ആ 72,000 രൂപയുടെ എത്ര മടങ്ങാണ് ഈ 12,60,000 രൂപ? നമുക്കിവിടെ ആൾറെഡി വൗച്ചർ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ലാഭമായി. നമ്മൾ മുടക്കിയ പൈസ തിരിച്ചു വന്നു. ഇനി ഇവിടെ ഈ ഡിജിറ്റൽ മാൾ വഴി ഒരു റിസ്ക്കും നമുക്കില്ല, ഒരു മെയിൻ്റനൻസ് കോസ്റ്റും ഇല്ല, ഒരു ഓപ്പറേഷൻ കോസ്റ്റും ഇല്ല. എല്ലാം സീറോയാണ്. സീറോ റിസ്ക് ആണ്, സീറോ മെയിൻ്റനൻസ് ആണ്, സീറോ ഓപ്പറേഷൻ ആണ്. 17.5 വരും. ഓക്കെ. അപ്പൊ ഈ ഡിജിറ്റൽ മാളിലൂടെ 72,000 രൂപ നമ്മൾ മുടക്കിയപ്പോൾ ഏകദേശം 70,000 രൂപയുടെ വൗച്ചർ നമുക്ക് തിരിച്ചു കിട്ടി. അതോടൊപ്പം ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ബോർഡ്, പേപ്പർ പാംലെറ്റ്, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ബ്രാൻഡിങ്. കാരണം നമ്മുടെ കമ്പനി ടൈംസ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അതുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ബ്രാൻഡിങ് കൂടി നമുക്ക് ലഭിക്കുക. അതിനു പുറമെ 20 കോടി പ്രോഡക്റ്റുകളും സർവീസുകളുടെയും ഓണർഷിപ്പ് നമുക്ക് ലഭിക്കുക. 27,000 അല്ല, ഇപ്പോഴും ഏകദേശം 36,000 ബ്രാൻഡുകൾ ഇതിനകത്തുണ്ട്. ആ ബ്രാൻഡുകളുടെ ഓണർഷിപ്പ് നമുക്ക് ലഭിക്കും. ഏകദേശം 50,000-ഓളം ലോക്കൽ ഷോപ്പുകളുടെ ഓണർഷിപ്പ് നമുക്ക് ലഭിക്കും. 126 മെഗാ വെബ്സൈറ്റുകളുടെ ഓണർഷിപ്പ് നമുക്ക് ലഭിക്കും. നമ്മൾ 72,000 മുടക്കി 70,000 വൗച്ചർ നമുക്ക് തിരിച്ചു തന്നു. അതിനു പുറമെ ഈ ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഓണർഷിപ്പും എല്ലാ ഓൺലൈൻ സൈറ്റുകളുടെ ഓണർഷിപ്പും ലോക്കൽ ഷോപ്പുകളുടെ ഓണർഷിപ്പും ഒക്കെ നമുക്ക് സ്വന്തമായി മാറുകയാണ്. അതോടൊപ്പം 20 കോടി പ്രോഡക്റ്റുകളുടെയും സർവീസുകളുടെയും ഓണർഷിപ്പും കൂടി നമുക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെ ഈ 700 വൗച്ചർ നമ്മൾ കൊടുത്ത് 700 പേരെ കസ്റ്റമർ ആക്കാൻ നോക്കുമ്പോൾ അതിൽ 500 പേരെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള കസ്റ്റമർ ഉള്ളൂ എന്ന് കരുതുക. നേരത്തെ പറഞ്ഞ എമൗണ്ട് ഏകദേശം 45,900 രൂപ അല്ലെങ്കിൽ 49,500 രൂപ ചെലവാക്കുന്ന 500 കസ്റ്റമറെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതുക. ഈ 500 കസ്റ്റമറിലൂടെയും ഓരോ കസ്റ്റമറിൽ നിന്നും 1,800 നമുക്ക് ഡിജിറ്റൽ മാൾ വരുമാനം കിട്ടുമെന്ന് പറയും. അപ്പൊ 500 കസ്റ്റമറേ ഉള്ളൂ എങ്കിൽ ഈ 500 കസ്റ്റമറിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനം മാസം 9 ലക്ഷം രൂപയാണ്.
700 പേര് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 12 ലക്ഷത്തോളം രൂപ മാസ വരുമാനമായിട്ട് ലഭിക്കും. എന്നാൽ അവിടെ 500, 200 പേര് വന്നില്ല എന്ന് കരുതുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ടിലുള്ള പർച്ചേസ് അവർക്കില്ല, അതിനേക്കാളും കുറഞ്ഞാണ് നിൽക്കുന്നത് ഒരു മാസ ചെലവെന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള എക്സാമ്പിളിന് നമ്മൾ 500 എടുത്താൽ ആ ഡിജിറ്റൽ മാളിൽ ഒരു മാസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 72,000 രൂപ മുടക്കി നമ്മൾ ഡിജിറ്റൽ മാൾ മേടിച്ച ഒരു വ്യക്തിക്ക് എല്ലാ മാസവും 9 ലക്ഷം രൂപ വെച്ച് വരുമാനം കിട്ടും. ഏകദേശം 12,000 മടങ്ങാണ് നമ്മൾ മുടക്കിയതിനേക്കാൾ കിട്ടുന്നത്. മനസ്സിലായോ? 12,000% ROI ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിനെ വീണ്ടും കുറെ കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ, അതായത് ഈ 1,800 രൂപ കിട്ടുന്ന സ്ഥാനത്ത് വെറും 100 രൂപയാണ് ഒരു കസ്റ്റമറിന്റെ പർച്ചേസിലൂടെ, അവരുടെ വീട്ടിലെ എക്സ്പെൻസുകൾ നടത്തുന്നതിലൂടെ നമ്മുടെ ഡിജിറ്റൽ മാളിനകത്ത് വരുന്നതെങ്കിൽ പോലും പെർ മന്ത് 50,000 രൂപ ഗ്യാരണ്ടിയാണ്. അതിനു പുറമെ റെഫർ ചെയ്തതിന്റെ കമ്മീഷനുണ്ട്, അഡീഷണൽ ചാർജുകൾ ഇഷ്ടം പോലെയാണ്. അപ്പം അവിടെ തന്നെ 1,560% ROI നമുക്ക് കിട്ടുന്നു. മുടക്കിയതിനേക്കാളും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. സാധാരണ നമ്മളൊരു 1 ലക്ഷം രൂപ മുടക്കി ഒരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും 1 ലക്ഷത്തിനേക്കാൾ കൂടിയ എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടാറില്ല. കിട്ടുമോ അങ്ങനെ? 1 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു തട്ടുകട തുടങ്ങിയെന്ന് കരുതുക. എല്ലാ മാസവും 1 ലക്ഷത്തിനേക്കാൾ എത്രയെങ്കിലും മടങ്ങ്, ഒരു 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് വരുമാനം കിട്ടും? ഇല്ല. ആ മുടക്കിയതിനേക്കാളും കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. എന്നാൽ ഡിജിറ്റൽ മാളിൽ നേരെ വിപരീതമാണ്. നമ്മൾ എത്ര മുടക്കിയോ അതിനേക്കാൾ 10 മടങ്ങായിരിക്കും നമുക്ക് കിട്ടുക. മുടക്കിയത് 72,000 പ്ലസ് GST. അവിടെ നോക്കുക, മാസം 50,000. ഏറ്റവും ചെറിയ എക്സാമ്പിൾ, ഒരു കസ്റ്റമറിൽ നിന്ന് വെറും 100 രൂപ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ അവരുടെ കറണ്ട് ബിൽ അടയ്ക്കുന്നു, റീചാർജ് ചെയ്യുന്നു, അവർ വീട്ടിലേക്ക് ഗ്രോസറി മേടിക്കുന്നു, അങ്ങനെ അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ ചെയ്യുന്നു. അതിലൂടെ ഈ ഡിജിറ്റൽ മാളുള്ള വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ കണക്കിട്ടാൽ പോലും, അതായത് 1,800 രൂപ ഇടേണ്ട സ്ഥാനത്ത് നമ്മൾ വെറും 100 രൂപ ഇട്ടപ്പോൾ കിട്ടുന്ന വരുമാനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എത്രയാണ്? മിനിമം 50,000. യഥാർത്ഥത്തിൽ 9 ലക്ഷമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നമ്മൾ 1,800 എന്നുള്ളത് കണക്കാക്കിയില്ല. അതിന്റെ എത്രയോ ചെറിയൊരു എമൗണ്ട് ആയ 100 രൂപ ഇട്ട് കണക്കാക്കി. അപ്പോഴുപോലും മാസം 50,000 രൂപ. ഒരു തവണ 50,000 നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള ഒരു മാസത്തിലും 50,000 താഴോട്ട് പോവില്ല. അതിനേക്കാൾ കൂടുതലേ കിട്ടൂ. കാരണം തുടർന്ന് ഈ കസ്റ്റമറിന്റെ എണ്ണം വർദ്ധിക്കും. അവരുടെ ചെലവുകൾ മിനിമം ചെലവാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അതിനേക്കാളും കൂടുതലുള്ള ചെലവുകളായിരിക്കും അവർക്ക് എല്ലാ മാസവും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഗ്യാരണ്ടി ആയിട്ട് ഈ ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോഴേക്കും അത് വലിയൊരു നേട്ടത്തിലേക്ക്, ഏറ്റവും കുറഞ്ഞ 48% ROI എങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. മിനിമം ഗ്യാരണ്ടീഡ് ബിസിനസ് ROI എന്ന് പറയുന്നത് 48%. ഏകദേശം 48% വർധനവാണ് നമുക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് ലഭിക്കുന്നത്, വിത്ത് ജസ്റ്റ് 1 കസ്റ്റമർ. അപ്പൊ അവിടെ ഒരു കസ്റ്റമർ അല്ല നമുക്കുള്ളത്, എത്രത്തോളം കസ്റ്റമറിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അത്രത്തോളം നേട്ടമാണ്. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ സെക്ഷനും അവസാനിച്ചു. ഗ്ലോബൽ ഗാർഡനിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് ഉള്ളതെന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതിൽ ആദ്യത്തത് കസ്റ്റമർ ആപ്ലിക്കേഷൻ, രണ്ടാമത്തത് വെണ്ടർ ആപ്ലിക്കേഷൻ, മൂന്നാമത് ഡിജിറ്റൽ മാൾ ആപ്ലിക്കേഷൻ. ഇത് മൂന്നും നമുക്ക് സ്വന്തമാക്കാം. ആദ്യത്തെ രണ്ടിനും എക്സ്പെൻസ് ഇല്ല. മൂന്നാമത്തത് മാത്രമേ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തന്നെ കമ്പനി തിരിച്ചു തരുന്നുണ്ട്. ഇനി ഞാനവിടെ വൗച്ചറിനെ സൂചിപ്പിച്ചു. അതിനു പുറമെ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി വേറെ നേട്ടമുള്ളത്, ഇത്രയും രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി നമുക്ക് തരുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയി. 72,000 രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 72,000 രൂപയും നമ്മുടെ പേരിൽ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കമ്പനി തരുന്നുണ്ട്.
അതിനു പുറമെ 7 UPV തരുന്നുണ്ട്. ഒരു UPV എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ കിട്ടുമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ 7 UPV ആണ് തരുന്നത്. ക്രമേണ നമുക്കത് 7 കോടിയായി കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കസ്റ്റമർ ആപ്ലിക്കേഷൻ, വെണ്ടർ ആപ്ലിക്കേഷൻ, യുപോസ് ആപ്ലിക്കേഷൻ, 3 ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെട്ടു. 3ലൂടെയും നമുക്ക് വെൽത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 4ാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറായി നമുക്ക് മാറാം. കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഓണറായിട്ട് മാറാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ട് മാറാം. അതിനുള്ള അവസരങ്ങളും ഗ്ലോബൽ ഗവർണർ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും 18,000 വ്യക്തികൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് കമ്പനി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഏകദേശം 19,200ഓളം പിൻകോഡുകൾ ഉണ്ടെന്നാണ്. അതിൽ പൊട്ടൻഷ്യൽ ഉള്ള പിൻകോഡായിട്ട് കമ്പനി കണക്കാക്കിയിരിക്കുന്നത് 18,000 പിൻകോഡുകൾ. ഈ ഓരോ പിൻകോഡിലേക്കും അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ എന്ന് പറയുന്ന പോസ്റ്റ് കമ്പനി വിഭാവനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഈ അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കടന്നു വരാം. കോടികളാണ് നമുക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് വരുമാനമായി കിട്ടാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നു 5 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിൻകോഡിന്റെ അധികാരം നമ്മൾ തരും. അതായത് 18,000 പേരിൽ ഒരാളായി നിങ്ങൾക്ക് മാറാം. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ്. അത് റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്കത് തിരിച്ചു തരും. കമ്പനി പറയുന്ന ടാർഗറ്റ് നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ 5 ലക്ഷം രൂപയും നിങ്ങൾക്ക് റിട്ടേൺ തരും. മാത്രമല്ല ഓരോ മാസവും 45,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥാനം കൂടിയാണ് അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ. കമ്പനി പറയുന്ന ടാർഗറ്റ് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് 45,000 രൂപ മന്ത്ലി സാലറിയും ഉണ്ട്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ, അതിനൊന്നും മെനക്കേടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു വിശ്വാസത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പൊസിഷൻ ഉണ്ട്. പാർട്ട് ടൈം ആയിട്ട് നിന്നുകൊണ്ട്, പാർട്ട്ണർ എന്ന് പറയുന്ന തലത്തിൽ നിന്നുകൊണ്ട് ഡിജിറ്റൽ മാളുകളിൽ വിതരണക്കാരനായിക്കൊണ്ട് ഈ സ്ഥാനത്തേക്ക് കടന്നു വരാം. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നിങ്ങളൊരു ഡിജിറ്റൽ മാളിന്റെ ഓണറായി മാറുകയും ഡിജിറ്റൽ മാളിന്റെ ഓണർ ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ബിസിനസ്സുകാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 18,000 പിൻകോഡ് ഓണർമാരിൽ ഒരാളായി മാറാൻ കഴിയും. ഇപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പെട്ടെന്ന് ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ വിതരണം ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി ഈ പൊസിഷനിലേക്ക് വരാം. എന്തായാലും ഗ്ലോബൽ ഗവർണറിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതുമായ ഒരു സംവിധാനമാണ് അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ എന്ന് പറയുന്നത്. ACP എന്ന് വിശേഷിപ്പിക്കും. അതിനുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇതാണ്. 5 പാർട്ണർമാരെ നമ്മൾ റിക്രൂട്ട് ചെയ്തു മിനിമം. ആ 5 പാർട്ണർമാരെ എന്ന് പറയുമ്പോൾ 5 എക്സിക്യൂട്ടീവുകളാവാം. ഏതെങ്കിലും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള 5 വ്യക്തികളെ നിങ്ങളുടെ കൂടെ കൂട്ടാമെന്നുണ്ടെങ്കിൽ അവരിലൂടെ 51 കച്ചവടക്കാരിലേക്ക് ഡിജിറ്റൽ മാൾ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ എന്ന് പറയുന്ന സ്ഥിരം പോസ്റ്റിലേക്ക് കടന്നു വരാൻ കഴിയും. അതൊക്കെ അതിനുള്ള ട്രെയിനിങ്ങുകളും സംവിധാനങ്ങളും എല്ലാം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നിങ്ങളുടെ താല്പര്യമാണ് പ്രാധാന്യം. ഈ അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാളിന്റെ വിതരണക്കാരെ റിക്രൂട്ട് ചെയ്തോ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും. ഓക്കെ. മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ചാനൽ പാർട്ണർ. വെറും 1,800 പേർക്ക് മാത്രമേ ഈ ഒരു അവസരമുള്ളൂ. അപ്പൊ 10 ACPമാരെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയാണ് ചാനൽ പാർട്ണർമാർക്കുള്ളത്. അതായത് പിൻകോഡ് ഓണറായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള 10 പേരെ റിക്രൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാനൽ പാർട്ണറായി മാറാൻ കഴിയും. അതായത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10 ACPമാരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഗ്രാജുവലി വളർന്നു വരുന്ന 10
അസിസ്റ്റന്റ് ചാനൽ പാർട്ണർമാരെ കൂടെ കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ ചാനൽ പാർട്ണർ എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഇന്ത്യയിലെ ആകെ 1800 വ്യക്തികൾക്ക് മാത്രമേ കമ്പനി ഈ ഒരു അവസരം കൊടുക്കൂ. മനസ്സിലായല്ലോ? ഇതാണ് 4ാമത്തെ തലം ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജിയോയുടെ എക്സാമ്പിൾ പറയുന്നു. ജിയോ ആദ്യം എന്താണ് നമ്മൾ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. എല്ലാവർക്കും സൗജന്യമായിട്ട് അല്ലെങ്കിൽ 1 രൂപ കൊടുത്തിട്ട് മൊബൈലും അതിന്റെ റീചാർജ് ഒക്കെ സൗജന്യമായിട്ടൊക്കെ കൊടുത്തു. ക്രമേണ അവർ വലിയ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായി മാറും. അതും 3 വർഷം കൊണ്ട്. നമ്പർ 1 ടെലികോം ഇൻ 3 years. യാതൊരുവിധ ബന്ധവും ഇല്ലാതെ, ടെലികോമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന കമ്പനിയാണ്. അവർ ഈ രംഗത്തേക്ക് വന്നിട്ട് 3 വർഷം കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അവര് കോടികളുടെ അധിപന്മാരായി മാറും. ഇതുപോലെ നമുക്ക് മാറാൻ കഴിയും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ഒരു രൂപമാണ്. ഇന്ത്യയിൽ മുഴുവനും പാർട്ണർമാരെ സൃഷ്ടിക്കുക. നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ എന്ന് പറയുന്ന പൊസിഷനുകളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അവരിലൂടെ ഡിജിറ്റൽ മാള് ഇന്ത്യ മുഴുവനും എത്തിക്കുക. അതിനുശേഷം കച്ചവടക്കാരെ മുഴുവനും ഈ ഡിജിറ്റൽ മാളിലേക്ക് കണക്ട് ചെയ്യുക. എല്ലാ കച്ചവടക്കാരെയും ഡിജിറ്റൽ ഷോപ്പുകളാക്കി കൺവെർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാ കസ്റ്റമറിനെയും ഈ ഷോപ്പുകളുമായി കണക്ട് ചെയ്യും. ഈ ഒരു സിസ്റ്റമാണ് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് വിജയിക്കുന്നത് 2025 ഡിസംബർ 31 മുന്നേ ആക്കുക എന്നുള്ളതാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകും. കാരണം അങ്ങനെ ആകുന്നതിലൂടെ നമുക്കാണ് കൂടുതൽ നേട്ടം കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് കമ്പനിയുടെ സ്ട്രക്ചറിന്റെ ഭാഗം എന്ന് പറയുന്നത്. 180 മാസ്റ്റർ ചാനൽ പാർട്ണർ, 1800 ചാനൽ പാർട്ണർ, 18,000 അസിസ്റ്റന്റ് ചാനൽ പാർട്ണർ, അതിനു പുറമെ 9 ലക്ഷം ഡിജിറ്റൽ മാൾ ഓണേഴ്സ്. ഇതാണ് മെയിൻ ഫോക്കസ്. അപ്പൊ ഇതൊക്കെ ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് വ്യത്യസ്തമായ ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, ആ ഓരോ പൊസിഷനും പ്രത്യേകം പൊസിഷൻ ട്രെയിനിങ്ങിലാണുള്ളത്. ചില ട്രെയിനിങ്ങൾ കൗടില്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ചിലത് ഗുരുകുൽ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ചിലത് കിങ് മേക്കർ അല്ലെങ്കിൽ ചാണക്യ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ട്രെയിനിങ്ങുകളിലൊക്കെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഇതിലെ ഏത് സെഗ്മെന്റ് ആണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കും. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം എക്സാം ഉണ്ടാവും. ആ എക്സാം പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗ്യത ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾക്കൊരു പ്രൊബേഷൻ പീരീഡ് തരും. ആ പ്രൊബേഷൻ പീരീഡിൽ കമ്പനി പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങൾക്ക് സ്ഥിരം പോസ്റ്റാക്കി മാറ്റാൻ കഴിയും. ഇപ്പൊ ഇതൊരു നിസ്സാരമായ സംവിധാനമല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് നന്നായി പഠിക്കണം എന്ന് പറയും. ആദ്യമേ സൂചിപ്പിക്കാൻ കാരണം അതാണ്. നന്നായി ഇത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കേട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാകും. ഇത് വെറുതെ ആളെ പിടിക്കുന്ന പരിപാടിയോ മണി ചെയിൻ പരിപാടിയോ ഒന്നും അല്ല. ഇതൊരു പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള വളരെയധികം സുപ്രധാനമായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന വമ്പൻ ബിസിനസ് അവസരമാണ്. ഇത് ഇന്ത്യൻ നിർമ്മിതമായ കമ്പനിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ലെറ്റ് us ഷോ ദ വേൾഡ് വാട്ട് എ സെയിൽസ്മാൻ ക്യാൻ ഡു. ഓരോ സെയിൽസ്മാനായി നിന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് എന്ത് ചെയ്ത് വിജയിയാണെന്ന് വരുത്താൻ കഴിയും എന്നുള്ളതാണ്. 21,000 ഓൺട്രപ്രണേഴ്സിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് MCP, CP, ACP, പാർട്ണർ എന്ന് പറയുന്ന ആ രീതിയിലുള്ള സ്ട്രക്ചറുകളുടെ എണ്ണമാണ്. പ്രധാനമായി MCP, CP, ACP ആണ്. രണ്ടാമത് പറയുന്നത് 36 ലക്ഷം ലോക്കൽ ഷോപ്പുകളെ കച്ചവടക്കാരാക്കി മാറ്റുക. അത് എല്ലാവരും പരിചയമുള്ള ഷോപ്പുകളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കൺവെർട്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ കഴിയും.
പിന്നെ വരുന്നത് 72 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണറായി മാറിക്കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുമുള്ള പൊസിഷനുകൾ ധാരാളമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ജോബ് അവസരങ്ങളായിട്ട് വരുന്നത്. ക്രമേണ 187 രാജ്യങ്ങളിൽ ഈ സംവിധാനത്തിന് പേറ്റന്റ് ഉള്ളത് കൊണ്ട് ക്രമേണ ആ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് എക്സ്പാൻഡ് ആവും. അപ്പോഴും നമ്മൾ തന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും അധിപനായി ഇരിക്കുന്നത്. ഓരോ രാജ്യത്തിന് പ്രത്യേകം കണ്ടീഷൻ അല്ല, എല്ലാം ഇന്ത്യയുടെ അംഗങ്ങളുടെ സിസ്റ്റമാറ്റിക്കിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലേതൊക്കെ സ്ഥാനം വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മളൊരു കസ്റ്റമറായി നിന്നാൽ മതിയോ എങ്കിൽ കസ്റ്റമർ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിക്കുക. അതിലൂടെ നമുക്ക് UPVയും കോയിനും വരുമാനവും ലഭ്യമാണ്. നമ്മൾക്ക് ഒരു കച്ചവടക്കാരൻ കൂടിയായി മാറി ഗ്ലോബൽകാരന്റെ ഒരു കച്ചവടക്കാരനായി മാറണമെങ്കിൽ ആ ഒരു തലത്തിലേക്കും കൂടി കടന്നു വരാം. ഗ്ലോബൽകാരന്റെ ഡിജിറ്റൽ മാളിന്റെ ഓണറായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 72,000 പ്ലസ് GST അടച്ചുകൊണ്ട് ആ ഒരു സെഗ്മെന്റിലേക്കും കടന്നു വരാം. എല്ലാവരെയും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അധിപനായി മാറണമെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് തലത്തിലേക്കും നിങ്ങൾക്ക് കടന്നു വരാം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പൊസിഷൻ എന്ന് പറയുന്നത് യുപ്പോസ് ഓണർ കഴിഞ്ഞാൽ അടുത്തത് പാർട്ണർ കഴിഞ്ഞാൽ അടുത്തത് ACP കഴിഞ്ഞ് CP കഴിഞ്ഞ് MCP എന്നുള്ള ഓർഡറിലാണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് മുകളിൽ നിന്ന് താഴോട്ട് പോവാം, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തവർക്ക് താഴെ നിന്ന് മുകളിലോട്ട് വരാം. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തില് പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. 1 യൂസർ അല്ലെങ്കിൽ കസ്റ്റമർ, 2 വെണ്ടർ അല്ലെങ്കിൽ കച്ചവടക്കാർ, 3 യുപോസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാൾ, 4 ലീഡർഷിപ്പ്. ഈ എല്ലാ സെഗ്മെന്റിലും ഉള്ള ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരെ മാത്രം വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിയുകയും എല്ലാ വീടുകളിലുമുള്ള തൊഴിലില്ലാതിരിക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ കഴിയുകയും അവർക്ക് ഇതിന്റെ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ കഴിയുകയും ചെയ്യും. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. കമ്മിങ് ടുഗദർ ഈസ് ബിഗിനിങ്, കീപ്പിംഗ് ടുഗദർ ഈസ് പ്രോഗ്രസ്, വർക്കിംഗ് ടുഗദർ ഈസ് സക്സസ് എന്നാണ് പറയാറുള്ളത്. നമ്മളിപ്പം ഒരുമിച്ച് കൂടിയിരിക്കുന്നു, അതൊരു തുടക്കം മാത്രമാണ്. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളർച്ചയുണ്ടാകും. ക്രമേണ നമ്മളത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് സക്സസ് ആക്കി മാറ്റുവാനും കഴിയും. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കും. കാരണം ഇതൊരു ലളിതമായ ഒരു സംവിധാനമാണ്. ഈ ലളിതമായ സംവിധാനം നമ്മൾ വേണ്ട രീതിയിൽ നിന്ന് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും സ്വന്തം ഭവനത്തിലിരുന്നു കൊണ്ട് തന്നെ നേടാൻ കഴിയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിക്കും തടസ്സമില്ലാതെ തന്നെ നമുക്കിത് നേടിയെടുക്കാൻ കഴിയും. ക്രമേണ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാളും ഉയർന്ന വരുമാനം ഇതിലൂടെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളത് പ്രാധാന്യമാണ്. ഇനിയും വൈകിക്കേണ്ട. ആരാണോ നിങ്ങൾക്ക് മീറ്റിംഗ് ലിങ്ക് തന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകുക. അപ്പൊ അതിലൂടെ എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് കേട്ട ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. പുതിയ ആൾക്കാർക്കാണ് പ്രധാനമായും നമ്മൾ അവസരം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആദ്യമായി എത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഓരോ സംശയങ്ങളായിട്ട് ചോദിക്കാം. ആർക്കും സംശയമില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. കേൾക്കുന്നുണ്ട് സാർ. അപ്പോൾ സംശയങ്ങളുള്ള പുതിയ അംഗങ്ങൾക്ക് ചോദിക്കാം. ഇതിലേതെങ്കിലും സെക്ഷന്റെ ക്ലാരിറ്റി കൂടുതൽ വേണമെങ്കിൽ പുതിയ അംഗങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. എല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ അതും പറയാം. പുതിയ അംഗങ്ങളാണ്. ബാക്കിയുള്ളവർ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട്
അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇനി നിങ്ങളാണ് ലീഡർ സ്ഥാനത്തേക്ക് വരേണ്ടവർ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ കസ്റ്റമറായി നിൽക്കുന്ന വ്യക്തികളുടെ ബെനിഫിറ്റിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കച്ചവടക്കാരായി നിൽക്കുന്ന വ്യക്തികൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡിജിറ്റൽ മാൾ ഓണർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 4 വിഭാഗമാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ 4 വിഭാഗവും ഏതെങ്കിലും സെഗ്മെന്റിൽ ക്ലാരിറ്റി വേണമെങ്കിൽ പറയാം. ഹലോ, നമുക്ക് കൺസ്യൂമർ ആയിട്ട് വന്നത് കേവലം 100-ൽ താഴെ ആളാണെങ്കിൽ എങ്ങനെയിരിക്കും? കൺസ്യൂമറായി വരുന്നത് യൂസറായി കസ്റ്റമറായി നിന്നുകൊണ്ടുള്ളതാണോ, ഡിജിറ്റൽ മാൾ സ്വന്തമാക്കിയതിനു ശേഷമുള്ളതാണോ സർവീസ് ചെയ്യുന്നത്? ആദ്യം പറഞ്ഞത് കസ്റ്റമറായിട്ട് മാത്രം നിൽക്കുന്നതാണോ, ഒരു ഡിജിറ്റൽ മാൾ കൂടി സ്വന്തമാക്കിയതിനു ശേഷമുള്ളതാണോ? അല്ലല്ല, ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മളൊരു കസ്റ്റമറായി നിൽക്കുകയാണെങ്കിൽ ഈ 100 പേർക്കും അവരുടെ 10,000 രൂപയുടെ ചെലവെത്തുമ്പോൾ ഓരോ UPV കിട്ടും അല്ലേ? ഓക്കെ. അവർക്ക് എല്ലാ മാസവും 10,000 രൂപയുടെ ചെലവുണ്ടെങ്കിൽ എല്ലാ മാസവും ഓരോ UPV. ഓക്കെ. ആ UPV-കളെല്ലാം നമ്മുടെ UPV-യുടെ അണ്ടറിലേക്ക് നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും മാനുവലി. വെറും 6 എണ്ണം ടാഗ് ചെയ്താൽ പോലും നമുക്ക് 500 രൂപ ഗ്യാരണ്ടിയാണ്. ഓക്കെ. അപ്പൊ ബാക്കി ഇനി 95 ഉണ്ട്. ആ 95 ടാഗ് ചെയ്യുമ്പോൾ ഇത് കൂട്ടാൻ കഴിയും. ഓക്കെ. അപ്പം എന്തായാലും എല്ലാ മാസവും ഒരു വരുമാനക്കാരനായി മാറാൻ നമുക്ക് എത്ര കസ്റ്റമർ ഉണ്ടോ അതിനനുസരിച്ചുള്ള ഇതിലേക്ക് മാറും. അപ്പം 100-ന് പകരം 10 പേരേ ഉള്ളൂ എങ്കിൽ പോലും ആ 500 രൂപ നമുക്ക് ഗ്യാരണ്ടിയാണ്. കാരണം നമുക്ക് 6 പേര് മതി. കമ്പനി അതെടുത്ത് പറയുന്നുണ്ട്. വെറും 6 പേര് ആയാൽ പോലും നമുക്ക് വരുമാനം മികച്ച രീതിയിലാക്കാൻ പറ്റും. പക്ഷെ ഈ 6 പേരും പൊട്ടൻഷ്യൽ ഉള്ളവരായിരിക്കണം. എല്ലാ മാസവും മിനിമം 10,000 രൂപയുടെ ചെലവുള്ളവരായിരിക്കണം. ഗ്ലോബൽ കാരനെ കുറിച്ച് പഠിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് സ്പീഡായിട്ടും. അല്ല, അപ്പൊ ഈ 10,000 രൂപയിൽ വരാത്തൊരു ചെറിയ ഫാമിലിയാണെന്ന് വിചാരിക്കുക, അപ്പോഴെന്തായിരിക്കും? അങ്ങനെ 10,000 രൂപ വരാതിരിക്കില്ല. ഇവിടുത്തെ ചെലവനുസരിച്ച് എന്തായാലും ഒരു ഫാമിലിക്ക് 10,000 രൂപ വരും. ഇനി 10,000 രൂപ ഒരു മാസം തന്നെ ആവണം എന്നല്ല കമ്പനി പറഞ്ഞത്. ഒരു വർഷം കൊണ്ട് 10,000-ൽ എത്തിയാലും മതി എന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും 2 മാസം കൊണ്ടെങ്കിലും ഒരു 10,000 തികയും. നമ്മുടെ കാര്യത്തിൽ, എന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെലവ് 10,000-ലേറെ, പക്ഷെ അത് ബാങ്കിന്റെ ലോൺ അടവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയാണ്. വാടക, അതെല്ലാം നമ്മുടെ എക്സ്പെൻസ് ആണ്. അതെല്ലാം നമുക്കിവിടെ UPV ആക്കാൻ പറ്റും. ഓക്കെ. ബാങ്കിന്റെ ലോൺ അടവ്, അതുപോലെ നമ്മൾ വാടക എല്ലാം ഇതുവഴി ആക്കാൻ പറ്റും. ആ ബാങ്കുകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇനി ബാങ്കിലേക്ക് ലോൺ റീപേയ്മെന്റ് ചെയ്യുന്നത് ഇതുവഴി ആക്കി മാറ്റും. ഓക്കെ. 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 ശരി. അങ്ങനെ പറയുകയാണെങ്കിൽ 10,000-ലേറെയൊക്കെ വരും. അപ്പൊ അത് നമ്മുടെ കുട്ടികളുടെ ചെലവ്, നമ്മുടെ വാഹനത്തിലെ പെട്രോൾ അടിക്കുന്ന ചെലവ്, ഇൻഷുറൻസിന്റെ ചെലവ്, മെഡിസിൻ മേടിക്കുന്ന ചെലവ്, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും 10,000 രൂപയുടെ കൂടുതൽ ചെലവുണ്ടാവും. വെണ്ടർ എന്നുള്ളതൊന്ന് പറയാവോ? വെണ്ടർ എന്ന് പറയുന്നത് കച്ചവടക്കാരെയാണ് വെണ്ടർ എന്ന് പറയുന്നത്. അവരെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കുമ്പോഴാണ് അവരുടെ പേര് വെണ്ടർ എന്നായി മാറും. ഓക്കെ. ഓക്കെ. അവർക്കൊരു വെണ്ടർ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കും. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവർക്ക് അവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നവരൊക്കെ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കമ്പനി അടയ്ക്കേണ്ട വിഹിതം അവർക്ക് കൊടുക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി അവർ രജിസ്റ്റർ ചെയ്യണം, വെണ്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് നമുക്ക് സ്പോൺസർക്ക് തന്നെ ആക്കി കൊടുക്കാം. നമുക്ക് പരിചയമുള്ള ഷോപ്പ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഷോപ്പ്, അവരെയൊക്കെ നമ്മൾ ഇതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അവർക്ക് ആ കസ്റ്റമർ നഷ്ടപ്പെടാതിരിക്കും. കാരണം ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനം മേടിച്ചാൽ അവർക്ക് ക്യാഷ് ബാക്ക് ഉണ്ട് എന്നുള്ളൊരു ലേബൽ വരുമ്പോൾ അവര് ആയുഷ്കാലം അവിടെ നിന്ന് മേടിക്കും. ശരി, താങ്ക്സ്. സാറ് ആരുടെ റെഫറിൽ വന്നതാണ്? പ്രവീൺ സാർ. ഓക്കെ. സാറെ നാളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വിളിക്ക് ജോയിൻ ചെയ്യാനായിട്ട്. രജിസ്റ്റർ ചെയ്തോ, ഞാൻ നാളെ പഠിപ്പിച്ചുതരാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇവിടെ പഠിപ്പിച്ചു തരാൻ ഇഷ്ടം പോലെ പേരുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് കടന്നു വന്നാൽ നമ്മളെ പഠിപ്പിച്ചെടുത്ത് നമ്മുടെ ചെലവുകളൊക്കെ ഇതുവഴിയാക്കി നമുക്ക് വരുമാനം നേടിത്തരിക എന്നുള്ളതാണ് എല്ലാ ലീഡേഴ്സിന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് UPV-കൾ ക്രിയേറ്റ് ആവും.
അപ്പോൾ നമുക്ക് UPകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അത് ഉപയോഗപ്പെടും. ഒരാളുടെ UP, അതായത് സീനിയോറിറ്റി പ്രകാരമാണ് നമ്മളിത് ടാഗ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ വന്നവർക്കൊക്കെ പുതുതായി വരുന്ന UPകളിലൊക്കെ പ്രയോജനം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇവിടെ സഹായിക്കാൻ നിരവധി പേരാണ്. നമ്മളെ ക്ഷണിച്ച വ്യക്തി മാത്രമല്ല. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ നേരത്തെ സീനിയോറിറ്റി ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഓരോരുത്തരും പുതുതായിട്ട് വരുന്ന ഓരോരുത്തരുടെയും ചെലവുകളെല്ലാം അവർക്ക് വരുമാനമായി മാറും. ഇനി തിരിച്ച് അവരുടെ ചെലവുകളെല്ലാം നമ്മുടെ വരുമാനമായി മാറും. കാരണം നമുക്കിപ്പം 75ാമത്തെ സീനിയോറിറ്റിയാണ്. അടുത്ത 76ാമത്തെ UP ചിലപ്പോൾ നമ്മുടെ നേരത്തെ വന്ന സീനിയോറിറ്റിയുടെ ആൾക്കാരുടെ UPകളായിരിക്കും 76ന് ശേഷം വരും. അപ്പൊ അവരിലൂടെ നമുക്കും നമ്മളിലൂടെ അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ. അതെന്റെ ഐഡിയ മനസ്സിലായല്ലോ. ഈ മാസം ചെലവ് ചെയ്യുമ്പോൾ നമ്മളാണ് ചിലപ്പം ആദ്യം സീനിയർ ആയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനുശേഷം ചെലവ് ചെയ്യുന്നവരാണ് നമുക്ക് മുന്നേ വന്നവരെങ്കിൽ അവരുടെ UPകളെല്ലാം നമ്മുടെ UPക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റുകളെല്ലാം നമുക്കും കൂടി കിട്ടും. അടുത്ത മാസം ആകുമ്പോൾ അവരുടെ ചെലവുകളുടെ UPയുടെ താഴെയായിരിക്കും നമ്മുടെ UP പോകും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സഹകരിച്ച് പോകുന്നതുകൊണ്ട് ഇവിടെ ഒറ്റ ടീമേ ഉള്ളൂ. MLM പോലെ വ്യത്യസ്തമായ ടീമുകൾ എന്നുള്ള ചിന്താഗതിയില്ല. എന്റെ വിജയം മറ്റുള്ളവരുടെ വിജയമാണ്, മറ്റുള്ളവരുടെ വിജയം എന്റെയും വിജയമാണ്. എന്റെ UP മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും, അവരുടെ UP എനിക്ക് പ്രയോജനം ചെയ്യും. എന്റെ ചെലവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും, അവരുടെ ചെലവുകൾ നമുക്ക് പ്രയോജനം ചെയ്യും. ശരി, താങ്ക്സ്. താങ്ക് യു സർ. ഇനി പുതിയ ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വരുമാന മാർഗങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ തുടർന്നുള്ള സെഗ്മെന്റുകളിലൂടെ, ട്രെയിനിങ്ങുകളിലൂടെ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഏത് തലത്തിൽ നിന്നാലും വരുമാനമുണ്ട്. യൂസറായി നിന്നാലും, കസ്റ്റമറായി, കച്ചവടക്കാരനായി നിന്നാലും, ഡിജിറ്റൽ മാളിന്റെ ഓണറായി നിന്നാലും, പിന്നെ ലീഡർഷിപ്പിലേക്ക് വന്നാലും, ഏത് രീതിയിൽ നിന്നാലും വരുമാനമുണ്ട്. ഇതെല്ലാ തലത്തിലേക്കും ഇപ്പോൾ നമുക്ക് വരാനും കഴിയും. കഴിയുന്നത് നേരത്തെ വരിക, നേരത്തെ ആക്ഷൻ എടുക്കുക, അതാണ് പ്രാധാന്യം. ആക്ഷൻ എടുക്കണമെങ്കിൽ നമ്മളത് പഠിക്കണം. പഠിക്കാനും പഠിപ്പിക്കാനും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. സംശയങ്ങൾ അവസാനിച്ചുവെങ്കിൽ നമുക്ക് വേണ്ടി സംശയമുണ്ടോ ഇനി ആർക്കെങ്കിലും? അതോ ചോദിക്കാനുള്ള മടി കൊണ്ടിരിക്കുന്നതാണോ? എങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. മൈക്ക് ഓണാക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ഹലോ ഹലോ, പറയൂ. ഹലോ പറഞ്ഞോളൂ. ആരാണ്? ഹലോ സാറേ. സാറേ, ഈ നമ്മുടെ ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലോണിന്റെ EMI നമ്മളെ ബാങ്ക് വഴി ആണ് അടയ്ക്കുന്നത്. അപ്പൊ അത് ഇതുവഴി ആക്കാൻ പറ്റുമോ? നമ്മുടെ ആപ്ലിക്കേഷനിൽ ആ ബാങ്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ആ, അപ്പൊ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് ഓൾ സർവീസസ്. അതെ സാറേ, ECS മറ്റേ ഇതുണ്ടല്ലോ, അതുവഴിയാണ് പോകുന്നത്. ഇസാഫ അല്ല, ചെക്ക് നമ്മള് ഓൾറെഡി അത് ബാങ്കിൽ ഓട്ടോമാറ്റിക്കലി പോകുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കണം. ഞാൻ ഇനി ഡയറക്റ്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് ഒരു പ്രാവശ്യം ചെറിയൊരു എമൗണ്ട് ആദ്യം അയച്ചു നോക്കുക. അതവിടെ കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോ പേയ്മെന്റ് കട്ട് ചെയ്ത് തരാൻ പറയണേ, ഞാൻ ഇനി മാനുവലി അടച്ചോളാം എന്ന് പറഞ്ഞ് ബാങ്കിന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റിത്തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലോണ് തിരിച്ചടയ്ക്കുന്ന എമൗണ്ട് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റായി നമുക്ക് കിട്ടും. ക്രമേണ
അതിന് UPVയും കിട്ടും, അതിലൂടെ ക്യാഷ് ബാക്കും കിട്ടും. ഓക്കെ, താങ്ക്സ്. ഒരു കാര്യം കൂടി സാർ, നമ്മളിപ്പോ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, അതൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നത്, അയാൾക്കുള്ള പേയ്മെന്റ് ഇതിലൂടെ ചെയ്യാൻ കഴിയുമോ? ആ വ്യക്തി വെണ്ടറായി വന്നാൽ ചെയ്യാൻ പറ്റും. ആ ശരി ശരി. അപ്പൊ വാടക ഓക്കെ, മേടിക്കുന്ന ആള് ഇവിടെ വെണ്ടറായി മാറും. വരണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. ഓക്കെ ശരി. വേഗം സംശയങ്ങൾ ചോദിക്കാം. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ സമയം പാഴാക്കണ്ട, ധൈര്യമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. നാണക്കേടൊന്നും വിചാരിക്കണ്ട. എല്ലാവരും ഇതുപോലെ കടന്നു വന്നവരാണ്. തുടക്കത്തിൽ ആർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുമില്ല. സ്ഥിരമായി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്താണ് എല്ലാവരും ഈ സംശയങ്ങളൊക്കെ തീർത്ത് നല്ല ലീഡർഷിപ്പിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പുതുതായി വന്നവർക്കും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് വരാവുന്നത്. അപ്പൊ ഇന്ന് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് എത്തുക. ഒരു കാര്യം സാർ, നമ്മൾ സൂം മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ആഴ്ചയിലും അതോ പ്രത്യേകിച്ച് വല്ല ദിവസങ്ങളുണ്ട്? എല്ലാ ഞായറാഴ്ചയും 8:30-ക്ക് നമ്മുടെ ഇന്ന് നടന്നതുപോലുള്ള പ്രോഗ്രാം ഉണ്ട്. ഓക്കെ. അല്ലാതെ വ്യാഴം വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിൽ ബാച്ച് വൈസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഓരോരോ പിന്നെ ജില്ലയിലുള്ളവർ അല്ലെങ്കിൽ ഓരോരോ പിന്നെ പൊസിഷനിൽ ഇരിക്കുന്നവർ അങ്ങനെയുള്ളവർ നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. ഓക്കെ. അല്ലാതെ നമുക്കൊരു ട്രെയിനിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമുകളുടെ റെക്കോർഡിങ്ങുകളൊക്കെ അവൈലബിൾ ആവും. ഓക്കെ. മുൻപ് നടന്ന പ്രോഗ്രാമുകളുടെയും ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാമിന്റെയും ഇനി നടക്കാൻ പോകുന്ന പ്രോഗ്രാമുകളുടെയൊക്കെ റെക്കോർഡിങ്സ് അവൈലബിൾ. അപ്പൊ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പ്രവേശിക്കുന്നു. സക്സസ് ഫ്രീഡം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ ട്രെയിനിങ് വീഡിയോസ് ഒക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ശരി, ഓക്കെ, താങ്ക്സ്. പിന്നെ വളരെ സീരിയസ് ആയിട്ട് വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ മോർണിംഗിൽ പ്രത്യേകം ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പാലിക്കുന്നവർക്ക്, അതായത് നിർബന്ധമായിട്ടും പറയുന്ന ടാസ്കുകളൊക്കെ കൃത്യമായി ചെയ്തു പോകാൻ തയ്യാറുള്ളവർക്ക് മാസം 1 ലക്ഷം രൂപ ലഭ്യമാക്കി കൊടുക്കുന്ന സ്റ്റെപ്പുകളാണ് അതിലൂടെ ലഭിക്കുന്നത്. അത് രാവിലെ 6 മണിക്ക് ആണ് അത് നടക്കുന്നത്. ഓക്കെ. പിന്നെ കമ്പനി പ്രോഗ്രാമുകൾ ഓരോ സെഗ്മെന്റ് വേണ്ടി പ്രത്യേകിച്ചുണ്ട്. ഈ ഡിജിറ്റൽ മാൾ എടുക്കുന്നവർക്ക് ഇപ്പൊ നാളെ ഒരു 5 മണിക്ക് മുമ്പേ ഡിജിറ്റൽ മാളിന് പൈസ അടയ്ക്കുന്നവർക്ക് നാളെ 5 മണി മുതൽ 6 മണി വരെ ഒരു ട്രെയിനിങ് ഉണ്ട്. തുടർച്ചയായിട്ട് 7 ദിവസം ആ ട്രെയിനിങ് ഉണ്ട്. നാളെ മുതൽ 20-ാം തീയതി മുതൽ 7 ദിവസം തുടർച്ചയായിട്ട് നാളെ 5 മണിക്ക് മുമ്പേ ഡിജിറ്റൽ മാൾ മേടിക്കുന്നവർക്ക് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയും. ഓക്കെ. പിന്നെ എല്ലാ ബുധനാഴ്ചയും കമ്പനിയുടെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ട് ബുധനാഴ്ച ദിവസം. അപ്പൊ ഇതൊരു നിസ്സാരമായ സംവിധാനമല്ല, വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച നേട്ടങ്ങൾ നേടാൻ കഴിയും. ഓക്കെ. ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ തുടർന്നുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എല്ലാവർക്കും വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിയും. നമുക്ക് സർക്കിൾ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ UPVകൾ ടാഗ് ചെയ്യുന്നത്. അപ്പൊ അത് ടാഗ് ചെയ്യുന്നത് വേഗതയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ഷെയർ നേടാനുള്ള അവസരവും കൂടിയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആരാണ് ക്ഷണിച്ചത് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ ഷെയർ ഹോൾഡറായി മാറാനും അവസരമുണ്ട്. ആയുഷ്കാല ബെനിഫിറ്റ് ഷെയർ ഹോൾഡർ ആവുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയും. ഓക്കെ. വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി സുഗത മേഡത്തെ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഇന്നത്തെ
പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തിയിട്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സീതാ മേഡത്തെ ക്ഷണിക്കുന്നു. ഓക്കെ സർ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ കൈകാര്യം ചെയ്ത നമ്മുടെ സ്റ്റേറ്റിന്റെ ലീഡറും കൂടിയായ സജു സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. സാർ ഇന്ന് വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഗ്ലോബൽ ഗാർഡനെ കുറിച്ച് വളരെ വിശദമായി വ്യക്തമായും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരുപാട് പുതിയ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും, അത് പ്രത്യേകിച്ച് പുതുതായി വന്ന എല്ലാ ആൾക്കാർക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ സാർ. ഓക്കെ മാഡം, താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി. Thank you, sir. Okay, thank you so much. Thank you, sir. Thank you very much. All good night. Good night.